വയനാട്ടിൽ വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയാക്കുമ്പോൾ അതിന് പരിഹാരമുണ്ടാക്കാൻ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? നിരന്തരമായി വനയോരത്ത് വനമേഖലകൾ ഇങ്ങനെ വന്യജീവികൾ കടന്നുവരികയും മനുഷ്യജീവന് ഭീതി ഉണ്ടാക്കുകയും അപകടമുണ്ടാക്കുകയും ചെയ്യുന്നതിന്റെ യഥാർത്ഥ കാരണം എന്താണ്? ഏത് കാരണത്തെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത്, പരിഹരിക്കേണ്ടത്? ഇന്ന് വയനാട്ടിൽ നടന്ന സമരം ശരിയായ കാരണത്തെ മുൻനിർത്തിയുള്ളതാണെന്ന് സർക്കാർ സമ്മതിക്കുമ്പോഴും വൈകാരിക വിക്ഷോഭമായി പരിധി വിട്ടത് പോയി എന്ന് വിമർശിക്കുന്നു വനം മന്ത്രി. അങ്ങനെ വൈകാരിക വിക്ഷോഭത്തിന് അടിപ്പെട്ടു പോയാൽ യഥാർത്ഥ വിഷയത്തിൽ നിന്ന് തെന്നിമാറിപ്പോകുമെന്നും അത് ഗുണമല്ല ചെയ്യുകയെന്നും പ്രദേശവാസികളെ, സമരക്കാരെ സർക്കാർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ ഇടുക്കിയിൽ, വയനാട്ടിൽ, പാലക്കാട് ഇവിടെയൊക്കെ വനമേഖലയ്ക്ക് അടുത്തു താമസിക്കുന്ന മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തിന് പ്രയാസമുണ്ടാക്കുന്ന വന്യജീവി പ്രശ്നത്തെ നാം എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്? ആർക്കാണ് ഇതിൻ്റെ പ്രാഥമികമായ, ആത്യന്തികമായ ഉത്തരവാദിത്തം? ഈ വിഷയം സംസാരിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ. എന്നോടൊപ്പം ഈ ചർച്ചയിലുള്ള DYFI വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ്, എസ് ഗുരുവായൂരപ്പൻ വന്യജീവി ഗവേഷകൻ, ശ്രീ പോൾ മാത്യൂസ് കേരള ഇൻഡിപെൻഡന്റ് ഫാർമേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധി, ഒപ്പം ഒരു BJP പ്രതിനിധിയും ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ പോൾ മാത്യു, ഇപ്പൊ സമരം ഇന്ന് വലിയ കൊടുമ്പിരി കൊണ്ട സമരം, അങ്ങേയറ്റം പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും വലിയ ഭീഷണി മുഴക്കുകയൊക്കെ ചെയ്യുന്ന നാട്ടുകാരെ കണ്ടു. ഇത് ഏത് കേന്ദ്രത്തിൽ നിന്ന് ഇമ്മീഡിയറ്റായി പരിഹരിക്കേണ്ട ഒന്നാണ്? അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ, വനം മന്ത്രി AK ശശീന്ദ്രൻ ഈ കാര്യത്തിൽ ഈ ദിവസം ചെയ്യേണ്ടത് എന്താണ്, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റായി ചെയ്യേണ്ടത് എന്താണ് എന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? ഇത് അടിസ്ഥാനപരമായിട്ട് ഈ സമരത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, LDF-ഉം UDF-ഉം കൂടി ഹർത്താൽ എന്ന പ്രഹസനം വഴി ജനങ്ങളെ സംഘടിക്കുന്നതിൽ നിന്ന് വരാതിരിക്കാൻ അവർ ശ്രമിച്ചു. വളരെ കൃത്യമായി ജനങ്ങൾ ഇത് മനസ്സിലാക്കി. പുൽപ്പള്ളിയിൽ അങ്ങനെ ഇവരോട് ആഭിമുഖ്യം പ്രകടിപ്പിക്കാത്ത ജനങ്ങൾ വളരെയധികം തടിച്ചു കൂടിയ ഒരു സ്വാഭാവികമായി ഉണ്ടായ ജനരോഷമാണ് ഇത് തീർച്ചയായും സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് തന്നെയാണ്. ആദ്യം പ്രജീഷ് മരിച്ച സംഭവം ഉണ്ടായപ്പോൾ കുറച്ചു പേർ ബത്തേരി ടൗണിൽ പ്രൊട്ടസ്റ്റുമായിട്ട് വന്നു. അതിനുശേഷം ചില സംഭവവികാസങ്ങൾ ഉണ്ടായി. അതിനുശേഷം അജീഷ് മരിച്ചപ്പോൾ അതിന്റെ എക്സ്റ്റെന്റ് ഒന്നുകൂടെ കൂടി. ഇപ്പോൾ അതിന്റെ എക്സ്റ്റെന്റ് കുറച്ചുകൂടെ കൂടി എന്ന സ്ഥിതിവിശേഷമാണ്. വയനാട്ടിൽ ഈ ഇത്തരം ദുരന്തങ്ങൾ തുടർച്ചയാവുമെന്ന് എല്ലാവർക്കും അറിയാം. കാരണം അടിസ്ഥാനപരമായി വന്യമൃഗങ്ങളുടെ എണ്ണം വളരെയധികം പെരുകി. ഇത് ഡ്രൗട്ട് സീസൺ ആണ്, വറവാണ്. അതുകൊണ്ട് വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ വനത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. അതുകൂടാതെ സെന്ന എന്ന അധിനിവേശ സസ്യം ഉള്ളത് കൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ കാട്ടിൽ പ്രശ്നമായി. അപ്പൊ അങ്ങനെ പല ഫാക്ടേഴ്സ് കൊണ്ട് തന്നെ ഈ വർഷം വളരെയധികം വന്യമൃഗ ശല്യം കൂടുമെന്നും വന്യമൃഗങ്ങൾ നിരന്തരം മനുഷ്യരെ കൊല്ലും എന്ന് സർക്കാരിന് അറിയാമായിട്ട് കൂടി സർക്കാർ ഈ പഴയ നയത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. വാസ്തവത്തിൽ സർക്കാർ എന്ത് നീതികേടാണ് ഇവിടെ കാണിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നത്. വെറും 10 ലക്ഷം രൂപയാണ് ഒരു ജീവന് സർക്കാർ വിലയിട്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ 5 ലക്ഷം രൂപയിൽ നിന്ന് അത് 10 ലക്ഷം രൂപയായി ഉയർത്തിയിട്ട് കൂടി സംസ്ഥാന സർക്കാർ അത് അല്പം പോലും കൂട്ടാത്ത സ്ഥിതിവിശേഷമാണ് ഉണ്ടാവുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നതല്ല ഇപ്പോൾ മാത്യു, ഇപ്പോൾ ഒരാൾ മരിച്ചുപോയാൽ അയാളുടെ കുടുംബത്തിന് എന്തുമാത്രം തുക കൊടുക്കുക എന്നുള്ളത് അതിനേക്കാൾ ഉപരി ഒരാൾ മരിക്കാതിരിക്കാൻ എന്ത് ചെയ്യാമെന്നതിനെ കുറിച്ചാണല്ലോ. സംസ്ഥാന സർക്കാർ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഈ കാരിയിങ് കപ്പാസിറ്റിക്ക് മുകളിലേക്ക് വനത്തിനകത്ത് മൃഗങ്ങൾ പെറ്റുപെരുകുകയാണ്. ഒപ്പം തന്നെ എന്താ പറയുന്നത്, ഇപ്പോൾ വേനലിൻ്റെ സാഹചര്യമാണ്, വെള്ളം കുടിക്കാൻ കൂടുതൽ മൃഗങ്ങൾ വന്നേക്കാം, പ്രായം കൂടിയിട്ട് വേട്ടയാടാൻ പറ്റാത്ത മൃഗങ്ങൾ പുറത്തേക്ക് വന്നേക്കാം, അങ്ങനെ പലതരം ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ വനം മന്ത്രി AK ശശീന്ദ്രൻ എന്ത് ചെയ്യാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം വലുതാവുന്നത്? അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ അധികാരത്തിനകത്ത് നിന്നുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയി ചെയ്യേണ്ട കാര്യങ്ങൾ, ഇത് തടയാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? സംസ്ഥാന സർക്കാർ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട ഈ പർട്ടിക്കുലർ സന്ദർഭം നമ്മൾ എടുക്കാം. അതായത് ഈ പർട്ടിക്കുലർ വിഷയം എടുക്കുകയാണെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥനെ ആനയുള്ള സ്ഥലത്ത് ഒറ്റയ്ക്ക് ഡ്യൂട്ടിക്ക് നിർത്തിയിരിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഈ ആളുകളെ തിരിച്ചുവിടാനായിരുന്നെങ്കിൽ ആ പൂർവ്വദ്വീപിലേക്ക് തിരിയുന്ന സ്ഥലത്തിന്റെ അടുത്ത് നിർത്താമായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, വനം വകുപ്പിലെ കീഴ് ജീവനക്കാരാണ് ഇതിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്നത്. ഞാൻ നമ്മളൊരു കാൽക്കുലേഷൻ നടത്തിയപ്പോൾ വനം വകുപ്പിലെ കീഴ് ജീവനക്കാരൻ തന്റെ ഡ്യൂട്ടി സമയത്ത് വന്യമൃഗ ആക്രമണം മൂലം കൊല്ലപ്പെടാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഏതാണ്ട് 10%. അതായത് 10 വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ എടുത്താൽ അതിൽ ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ, കീഴ് നിലയിലുള്ള ജീവനക്കാരൻ ആ വന്യമൃഗ ആക്രമണം കൊണ്ട് കൊല്ലപ്പെടും എന്നുള്ളതാണ് അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്. അപ്പൊ തീർച്ചയായും വനംവകുപ്പ് ആദ്യം ചെയ്യേണ്ടത് അവരുടെ ജീവനക്കാരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അവർക്ക് വേണ്ട ആയുധങ്ങൾ കൊടുക്കുക,
അവർക്ക് വേണ്ട പരിശീലനം കൊടുക്കുകയാണ്. പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് വനംവകുപ്പ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ വയനാട്ടിലെ കടുവകളെ പിടിച്ചു മാറ്റിയേ തീരൂ. നമ്മുടെ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നതിലും ഒരുപാട് കടുവകളാണ് വീട്ടിലുള്ളത്. ഞാൻ സുൽത്താൻ ബത്തേരി പട്ടണത്തിലാണ് ജീവിക്കുന്നത്. എന്റെ പുറത്തെ കോഴിക്കോട് നിന്ന് എനിക്ക് അടക്കാൻ പേടിയാണ്. കാരണം ഇന്നലെ ബത്തേരി പട്ടണത്തിൽ ഒരു കടുവ വന്നിരുന്നു. അപ്പൊ കടുവകളെ വളരെ അത്യാവശ്യമായിട്ട് പിടിച്ചു മാറ്റണം. അതിന് കേന്ദ്രത്തോട് ചോദിക്കണം. സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് യാതൊന്നും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ഏറ്റവും അത്യാവശ്യമായി ചെയ്യേണ്ട നടപടി എന്ന് പറയുന്നത് വയനാട്ടിലെ കടുവകളുടെ എണ്ണം കുറയ്ക്കാൻ ഉടനടി തന്നെ. വയനാട്ടിലെ കടുവകളുടെ എണ്ണം കുറയ്ക്കണം. ഇപ്പൊ നമ്മൾ കള്ളിങ് നടത്തണം. അതിപ്പോ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്നുള്ളതാണ്. ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ കേന്ദ്ര സർക്കാരാണ് അതിനകത്ത് പണിയെടുക്കേണ്ടത്. പക്ഷെ സമരത്തിന്റെ കുന്തമനെ ഇപ്പോഴും ഞാനത് പറയാം. കേന്ദ്ര സർക്കാർ അല്ല അതിന് പണിയെടുക്കേണ്ടത്. ട്രാൻസ്ലൊക്കേഷൻ വന്യജീവി സംരക്ഷണ നിയമം 1972 12BB പ്രകാരവും SOP പ്രകാരവും വന്യമൃഗങ്ങളെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാം. ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്നത് ഇതിനെ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ MP-മാർ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തോട് ചോദിച്ചതാണ്. അവർ പറഞ്ഞത് കേരള സർക്കാർ ആവശ്യപ്പെടണം എന്നാണ്. അത് ആ പാർലമെന്റിൽ ആ ഉത്തരം പറഞ്ഞിട്ട് ഏതാണ്ട് ഒരു വർഷത്തോളമായി. എങ്കിൽ കൂടി സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല. സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടാൽ പലതും നടക്കും. ഇവിടെ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. എന്നിട്ട് അവർ കേന്ദ്രത്തെ പഠിച്ചാൽ ഓക്കെ. അപ്പൊ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നില്ല. അപ്പൊ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ പറഞ്ഞത് കേന്ദ്രവുമായിട്ട് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നില്ല. ഇവിടുത്തെ സാഹചര്യം കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തിയിട്ട് ഇവിടെ ട്രാൻസ്ലൊക്കേഷൻ വേണം, ഇവിടെ ഫെൻസിങ് വേണം, ഇവിടെ കൂടുതൽ പണം വേണം എന്ന കാര്യങ്ങളൊന്നും ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഇഷ്യൂ സർക്കാരിനെ കുറിച്ച്. അതെ, ഫെൻസിങ് വേണം എന്ന് പറയുന്നതിനെ പറ്റി വേറൊരു കാര്യം പറയാം. അതും സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകളിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. സംസ്ഥാന സർക്കാർ 620 കോടി രൂപയുടെ ഒരു പ്രപ്പോസൽ അടുത്ത് കേന്ദ്രത്തിലേക്ക് വെച്ചു. ആ പ്രപ്പോസൽ വായിച്ചാൽ ശരിക്കും നമ്മൾ ചിരിച്ചു പോകും. വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് കമ്മീഷൻ അടിച്ചു മാറ്റി കൈക്കൂലിക്ക് വേണ്ടിയിട്ടുള്ള പ്രപ്പോസലാണത്. ആ പ്രപ്പോസലിൽ ആനയെ തടയാൻ പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങളാണ്. 1 ട്രെഞ്ച് കുഴിക്കുക, 2 ഇലക്ട്രിക് ഫെൻസ്, 3 ഹാങ്ങിങ് ഫെൻസ്. ഇത് 3 പരീക്ഷിച്ച് പരാജയപ്പെട്ടിട്ടുള്ളതാണ്. 1500 കിലോമീറ്ററിന് 100 കോടി രൂപയാണ് അവർ വിലയിരുത്തിയിട്ടുള്ളത്. പിന്നെ സെന്നയുടെ കാര്യം പറയുകയാണെങ്കിൽ സെന്നയും സംസ്ഥാന സർക്കാരിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ തൊട്ടടുത്ത മുതുമലയിൽ സെന്ന എന്ന് പറയുന്ന ഈ പ്ലാന്റിനെ തമിഴ്നാട് ന്യൂസ് പ്രിന്റ് ഫാക്ടറി വെറുതെ വെട്ടിക്കൊണ്ടുപോയി പൈസ ഇങ്ങോട്ട് തരും. നമ്മുടെ സർക്കാർ വെച്ചിട്ടുള്ള പ്രപ്പോസലിൽ 20 കോടി രൂപയാണ് അതിന് വക നീക്കിയിരിക്കുന്നത്. ആ വാസ്തവത്തിൽ സർക്കാർ ലജ്ജിക്കണ്ടേ? വന്യജീവി ആക്രമണം മൂലം പരിക്ക് പറ്റിയവർക്കും കൃഷിനാശം സംഭവിച്ചവർക്കും സർക്കാർ 21-22 കൊടുത്തിട്ടുള്ളത് വെറും 13 കോടി 10 ലക്ഷം രൂപയാണ്. അവരാണ് ഫ്രീ ആയിട്ട് വെട്ടിക്കൊണ്ടുപോകുന്ന സെന്ന ഇവിടെ വെട്ടാൻ 20 കോടി മാറ്റി വെച്ചിട്ടുള്ളത്. പിന്നെ അതിനുശേഷം കുരങ്ങനെ വേണ്ടി ഷെൽട്ടർ വെക്കാൻ 250 കുരങ്ങിനെ പാർപ്പിക്കാൻ 5 കോടി രൂപ, അങ്ങനെ 1000 കുരങ്ങിനെ പാർപ്പിക്കാൻ 20 കോടി രൂപ. വാസ്തവത്തിൽ നാണക്കേടല്ലേ അത്? അതായത് സർക്കാർ ജനങ്ങൾക്ക് കൊടുക്കുന്ന നഷ്ടപരിഹാരത്തിലും കൂടുതലാണ് 1000 കുരങ്ങിനെ പാർപ്പിക്കാൻ വേണ്ടി വകയിരുത്തിയിരിക്കുന്നത്. ഒരു കുരങ്ങിന് 2 ലക്ഷം രൂപ വെച്ചിട്ട്. ഇതിനെപ്പറ്റി എന്താ നമ്മൾ പറയുന്നത്? ഇതുകൊണ്ട് എന്ത് കാര്യമാണ് ഉണ്ടാവുന്നത്? ശരി, ഞാനൊന്ന് പറയാം. റഫീഖ് ഡിവൈഎഫ്ഐ നേതാവ് വയനാട്ടിലും ചേരുന്നുണ്ട്. റഫീഖ്, ഇവിടെ വയനാട്ടിലെ ജനങ്ങളുടെ പ്രശ്നം എത്രയോ നാളുകളായി കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വനത്തിൽ ആവശ്യത്തിൽ കൂടുതൽ കടുവകൾ വന്നു, കടുവകളെ അവിടെ നിന്ന് മാറ്റണം, അതിൻ്റെ കപ്പാസിറ്റിക്ക് മുകളിൽ കടുവകൾ വന്നു എന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല. സർക്കാർ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നില്ല എന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. അതിന് മറുപടി എന്താണ്? ഇവിടെ വളരെ തെറ്റിദ്ധരിക്കപ്പെടുന്ന രൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഇതാണ് ഇത്തരം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പറഞ്ഞ പ്രതിനിധി സംസ്ഥാനം കഴിഞ്ഞ 14-ാം തീയതി നിയമസഭയിൽ പാസ്സാക്കിയിട്ടുള്ള പ്രമേയത്തെ സംബന്ധിച്ച് അറിഞ്ഞിട്ടില്ലേ? വളരെ കൃത്യമായി കേരളത്തിലെ ഗവൺമെൻറ് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിക്കുകയും ആ പ്രമേയത്തിലൂടെ കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത് ഈ വന്യമൃഗശല്യം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് സംബന്ധിച്ചിട്ടാണ്. അനാവശ്യമായി ഇല്ലാതെ വസ്തുതാപരമല്ലാതെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന സ്ഥിതിയാണുള്ളത്. മറ്റൊന്ന് 620 കോടി രൂപയുടെ പദ്ധതി കേന്ദ്ര ഗവൺമെന്റിൽ സമർപ്പിച്ചു. കേരള ഗവൺമെന്റ് ഇതിൽ ഇടപെടുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് സമർപ്പിച്ചത്? കേന്ദ്രം അതിന് നിഷേധിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇവിടെ വിഷയം നമുക്കറിയാം. 1972 വന്യജീവി സംരക്ഷണ നിയമം, ആ നിയമപ്രകാരം കേരളത്തിലെ ഗവൺമെന്റ് അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഇത്തരം വിഷയം പരിഹരിക്കുന്നതിൽ ഇടപെടുന്നതിൽ പരിമിതികളുണ്ട്.
ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ വന്യമൃഗശല്യം പരിഹരിക്കാൻ ആവശ്യമായ അടിയന്തരമായ ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വയനാടിനെ സംബന്ധിച്ച് അങ്ങേയറ്റം പ്രയാസകരമായ ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. 18 ദിവസത്തിനിടയിൽ 3 പേരുടെ ജീവനാണ് കാട്ടാനാക്രമത്തിൽ കൊല ചെയ്യപ്പെട്ടത്. ആ ഘട്ടത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് വളരെ കൃത്യമായി ഇടപെട്ടു. 11-ാം തീയതി തന്നെ ഇവിടെ വയനാട് ജില്ലയിലെ MLA OR കേളുവിന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ LDF-ന്റെ കൺവീനർ CK ശശീന്ദ്രനും P ഗഗാറിൻ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയും ഉൾപ്പെടെ മുഖ്യമന്ത്രിയെ കാണുകയും ഈ വിഷയത്തിന്റെ ഗൗരവം ധരിപ്പിക്കുകയും ചെയ്തു. ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ഫെബ്രുവരി 12 തന്നെ മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് വിളിച്ചു ചേർത്തു. ഹോം സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ഫെബ്രുവരി 12 വിളിച്ചു ചേർത്തു. ഞാൻ കുറച്ചുകൂടി വ്യക്തതയ്ക്ക് ഞാൻ ചോദിച്ചോട്ടെ. അതായത് ഈ കടുവകളെ ഇവിടെ നിന്ന് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാനുള്ള നടപടി ഉണ്ടാവണം എന്ന് കേന്ദ്ര സർക്കാരിനോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് എന്നാണ് താങ്കൾ പറയുന്ന മറുപടി. അങ്ങനെ മനസ്സിലാക്കട്ടെ? തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന കടുവയുമായി ബന്ധപ്പെട്ട് നിയന്ത്രിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് ആവശ്യപ്പെട്ടതാണ്. ഞാൻ ചോദിക്കുന്നത് സ്പെസിഫിക്കായി എന്ത് ചെയ്യണം, നമ്മുടെ ആവശ്യം എന്താണ്? നിയമപ്രകാരം ഇന്ന സംഗതികൾ ചെയ്യേണ്ടതുണ്ട്, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇപ്പോൾ അത് ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ, എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഏത് മന്ത്രാലയത്തെ അറിയിച്ചു? ആരാണ് പോയി അറിയിച്ചത്? എന്താണ് അതിന്റെ പ്രതിനിധി സംഘം പോയിട്ടുണ്ടോ? എങ്ങനെ അറിയിച്ചു? ഇത് പറയാമോ? എങ്കിൽ നമുക്ക് കിഫയ്ക്ക് മറുപടി ആയെന്നെ. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ അതാണ് സൂചിപ്പിച്ചത്. കേന്ദ്ര ഗവൺമെന്റിന് മുമ്പിൽ ഞാൻ പറയട്ടെ എന്തിനാണ് ഇങ്ങനെ വേവലാതിപ്പെടുന്നത്? ഇന്ന് വയനാട് ജില്ലയിൽ ഉണ്ടായിട്ടുള്ള പ്രതിഷേധവുമായി ബന്ധപ്പെട്ടും ഇത്തരക്കാർ സ്വീകരിച്ച സമീപനം നമ്മൾ കണ്ടതാണ്. ജനാധിപത്യപരമായി സമരം ചെയ്യുന്നതിന് പകരം അവിടെ MLA ഉൾപ്പെടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ കയ്യേറ്റം ചെയ്യുന്ന രൂപത്തിലേക്ക് ഒരു വിഷയത്തെ കുറച്ചാളുകൾ ചേർന്നാക്കി നമ്മൾ കണ്ടതാണ്. ജനങ്ങളുടെ വികാരം അവിടെ ഉണ്ടാകുമ്പോഴും അതിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതൃത്വവും ഗവൺമെന്റും എല്ലാം ഇടപെടുമ്പോൾ നേരെ തിരിച്ച് അതിനെ ഒരു അരാജകത്വത്തിലേക്ക് കൊണ്ടുപോകാൻ ഇത്തരം പ്രതിനിധികൾ, ഇവിടെ പങ്കെടുക്കുന്ന ചില പ്രതിനിധികളുടെ ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അത് അത്തരം സമീപനങ്ങൾ ജനാധിപത്യ സമൂഹത്തിന് യോജിച്ചതല്ല. ഞാൻ സൂചിപ്പിക്കുന്നത് പറയുന്നത് പൂർണ്ണമായി പറയാനുള്ള ഒരു സമയം തരണം. അതിൽ ഇവിടെ ഞാൻ അതാണ് സൂചിപ്പിച്ചത്. നമ്മൾ നേരത്തെ തന്നെ ഫെബ്രുവരി 7-ാം തീയതി വനം വകുപ്പ് മന്ത്രി ഡൽഹിയിൽ കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയെ നേരിട്ട് കണ്ടു. ഈ വിഷയങ്ങൾ വളരെ കൃത്യമായി ധരിപ്പിച്ചു. നിയമസഭ വളരെ കൃത്യമായി പ്രമേയം പാസാക്കി കേന്ദ്രത്തിന് നൽകി. ഈ വിഷയത്തിൽ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനമാണ് പ്രശ്നം. മന്ത്രി നേരിട്ട് പോയി ഫെബ്രുവരി 7-ാം തീയതി കേരള സംസ്ഥാന വനം വകുപ്പ് മന്ത്രി പോയി കാണുന്ന സാഹചര്യമുണ്ടായി. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയെ പോയി കാണുന്ന സാഹചര്യമുണ്ടായി. ഇവിടുത്തെ സാഹചര്യം ധരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലേ? 10-നാണ് അജി കൊല്ലപ്പെടുന്നത്. ഇവിടെ അജി എന്ന് പറയുന്ന ഒരാൾ കൊല ചെയ്യപ്പെടുന്നത്, കാട്ടാനാക്രമത്തിൽ കൊല ചെയ്യപ്പെടുന്നത് 10-നാണ്. അതിന് മുമ്പ് തന്നെ 7-ാം തീയതി തന്നെ മന്ത്രി പോയി കണ്ടിട്ടുണ്ട്. അതിനുശേഷം ഈ കൊല ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ നിയമസഭ തന്നെ പ്രമേയം പാസ്സാക്കി കൊടുത്തിട്ടുണ്ട്. നേരത്തെ നിയമസഭ പ്രമേയം പാസ്സാക്കിയത് നമ്മുടെ വന്യജീവി നിയമത്തിൽ മാറ്റം വേണം, കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണം, വന്യജീവി ശല്യത്തിന് ശാശ്വതമായ പരിഹാരം വേണം എന്ന കാര്യങ്ങളാണ്. ഞാൻ പറയുന്നത് അതൊക്കെ ശരിയാണ്. വന്യജീവി നിയമത്തിലെ മാറ്റം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് സങ്കീർണമായ പ്രക്രിയയാണ്. നിലവിൽ നിയമപരമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആ സംഗതികൾക്ക് വേണ്ടി സർക്കാർ എന്തൊക്കെ സംഗതികൾ ചാനലൈസ് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ കിഫ പറയുന്നത് നമുക്ക് എക്സസ് ആയിട്ടുള്ള കടുവകളെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാൻ നിയമപരമായി നമുക്ക് കഴിയും, അതിന് വന്യജീവി നിയമത്തിൽ മാറ്റം വരുത്തേണ്ട പോലെയുള്ള ഹെവി കാര്യങ്ങളില്ല. അപ്പോൾ അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടോ? അല്ല നിയമസഭ പ്രമേയം പാസ്സാക്കി നിയമം തിരുത്തണം, കാട്ടുജീവിയെ കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയാക്കണം, നമ്മുടെ ഫോക്കസ് എവിടെയാണെന്ന ചോദ്യം. നമ്മൾ പെട്ടെന്ന് നടക്കാത്ത ഒരു കാര്യത്തിന് വേണ്ടി വെറുതെ കാടും പടപ്പും തല്ലുകയാണോ, അതോ നമ്മൾ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് നീങ്ങുകയാണോ ചെയ്യുന്നത്? അങ്ങനെയാണോ നീങ്ങേണ്ടത് റഫീഖ്? അല്ല, തീർച്ചയായും ഞാനതാ പറഞ്ഞത്. 1972 നിയമപ്രകാരം ക്രമാനുഗതമായി വർദ്ധിക്കുന്ന വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാനുള്ള നിയമത്തിൽ അതിന് പരിമിതികൾ നിലനിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പരിഹരിക്കാൻ ഇപ്പം ക്രമാനുഗതമായി വന്യജീവികളുടെ എണ്ണം പെരുകുന്നത് സംബന്ധിച്ചാണ് വിദഗ്ധ സമിതി കണ്ടെത്തുകയും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു വിഷയം. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇത് നിയന്ത്രിക്കണമെങ്കിൽ നിയമത്തിൽ മാറ്റം വരണം. കേരളത്തിലെ സാഹചര്യം വളരെ കൃത്യമായി കേന്ദ്ര ഗവൺമെന്റിന് മുമ്പിൽ മന്ത്രി ധരിപ്പിച്ചിട്ടുണ്ട്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. റവന്യൂ മന്ത്രിയും അതുപോലെ തന്നെ വനം വകുപ്പ് മന്ത്രിയും ചേർന്നാണ് കേന്ദ്രമന്ത്രിയെ കണ്ടിട്ടുള്ളത്. ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം വളരെ കൃത്യമായി അവിടെ ധരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് ഇത് നിലപാട് സ്വീകരിക്കുന്നില്ല. അതോടൊപ്പം തന്നെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാടിന്റെ എം പി ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ പോലും
മുഖ്യമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ പോലും ഈ 5 വർഷക്കാലത്തിനിടയിൽ വയനാട് MP ഇതുവരെ പങ്കെടുത്തിട്ടില്ല. ഓൺലൈനായി പോലും പങ്കെടുത്തിട്ടില്ല. സ്വാഭാവികമായിട്ടും വയനാട് MP ഒരു കേന്ദ്ര തലത്തിൽ പ്രവർത്തിക്കുന്ന നേതൃത്വത്തിൽപ്പെട്ട ഒരാളാണ്. സ്വാഭാവികമായിട്ടും എല്ലാ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഓൺലൈനായിട്ടെങ്കിലും മുഖ്യമന്ത്രി MP-മാരുടെ യോഗം വിളിച്ചു ചേർക്കുമ്പോൾ ഇദ്ദേഹം പങ്കെടുക്കണ്ടേ? വയനാടിന്റെ ജീവന പ്രശ്നത്തെക്കുറിച്ച് പറയണ്ടേ? പാർലമെന്റിൽ ഒരു തവണയെങ്കിലും രാഹുൽ ഗാന്ധി ഈ വിഷയം ഉന്നയിച്ചതായി നമ്മുടെ ആരുടെയും ശ്രദ്ധയിലില്ല. ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയട്ടെ. കേന്ദ്ര ഗവൺമെന്റും MP-യും ഈ കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാട് പ്രതിഷേധാർഹമായിട്ട് നിലപാടാണ്. കേരളത്തിലെ ഗവൺമെന്റ് സാധ്യമായ വിഷയങ്ങൾ ഈ കാര്യത്തിൽ ചെയ്യുന്നുണ്ട്. ഇനിയും അടിയന്തരമായി ഗൗരവമായ ഇടപെടൽ നടത്തണമെന്ന് തന്നെയാണ് നമ്മുടെ എല്ലാം അഭിപ്രായം. വയനാടിന്റെ വന്യജീവി ഗവേഷകനോടൊപ്പമുണ്ട്. ഗുരുവായൂരപ്പൻ, നോക്കൂ, ഈ വന്യജീവി നിയമത്തിന്റെ സംരക്ഷണമാണ് ഇപ്പോഴും വന്യജീവികൾക്കുള്ളത്. നമ്മൾ 1970-കളിൽ 72 ഒരു നിയമം ഉണ്ടാക്കുന്നു. ആ നിയമം അന്നത്തെ സാഹചര്യത്തിൽ മനുഷ്യന്റെ വേട്ടയാടൽ മൂലം നമ്മുടെ എക്കോസിസ്റ്റം തകർന്നു പോകാതിരിക്കാൻ, നമ്മുടെ പാരസ്പര്യം തകരാതിരിക്കാൻ, മൃഗങ്ങളുടെ വംശഹത്യ ഉണ്ടാവാതിരിക്കാനാണ് നിയമം അന്ന് ഉണ്ടാക്കിയത്. ഇപ്പോൾ 60 വർഷം കഴിഞ്ഞു. ഇപ്പോഴത്തെ സിനാരിയോ എന്താണ് ഗുരുവായൂരപ്പൻ? മൃഗങ്ങൾ വലിയ തോതിൽ നാട്ടിലേക്ക് ഇറങ്ങി വരികയും മനുഷ്യന് പ്രയാസം ഉണ്ടാക്കുകയും ചെയ്യുന്നു. പലതരത്തിലുള്ള കണക്കുകൾ, കപ്പാസിറ്റിക്ക് പുറത്തേക്ക് മൃഗങ്ങൾ പെറ്റുപെരുകുന്നു എന്ന കണക്കുകളും പഠനങ്ങളൊക്കെ ആളുകൾ പങ്കുവയ്ക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ സത്യത്തിൽ നമ്മൾ ഈ 60 വർഷം മുമ്പത്തെ വന്യജീവി സംരക്ഷണ നിയമത്തിൽ മാറ്റം വരുത്തുക, അതിൻ്റെ സന്ദർഭത്തിൽ നമ്മൾ എത്തിയില്ലേ ഗുരുവായൂരപ്പൻ? ആദ്യമായിട്ട് ഇപ്പോൾ അങ്ങ് പറഞ്ഞ പോയിന്റ് നമുക്ക് അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു വിഷയമേ അല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഏകദേശം 1900 ഇപ്പോൾ കിഫയുടെ പ്രതിനിധി പറഞ്ഞത് വെച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. കടുവകളുടെ എണ്ണം കൂടി, അതിനെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യണം എന്നുള്ള ഒരു കാര്യം. അദ്ദേഹം പറഞ്ഞ മറ്റു പല സ്റ്റാറ്റിസ്റ്റിക്സിനോട് ഞാൻ ചിലത് യോജിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ എടുത്ത് മാറ്റണം എന്ന് പറയുന്ന ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു ആശയത്തിന് ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. എന്തുകൊണ്ട് പാടില്ല എന്നുള്ള കാര്യം. അതായത് 1900 ആ കാലഘട്ടത്തിൽ ഏകദേശം 1 ലക്ഷം കടുവകൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. അത് വയനാട് ഉൾപ്പെടെയുള്ള എല്ലാം നല്ല കാടായിരുന്നു. ആ സമയത്ത് വയനാട്ടിലെ ആദിവാസി വിഭാഗക്കാരാണ്, ഗോത്രവർഗ്ഗക്കാരാണ് ഏറ്റവും കൂടുതൽ അവിടെ താമസിച്ചുകൊണ്ടിരുന്നതും കൂടെ നമ്മൾ ഓർക്കണം. അന്ന് മറ്റ് ജനങ്ങൾ അവിടെ വളരെ കുറവായിരുന്നു. അതിനുശേഷം 1947 സ്വാതന്ത്ര്യം കാലഘട്ടത്തിൽ ഏകദേശം 40,000-ന്റെ എണ്ണത്തിലേക്ക് കടുവകളുടെ എണ്ണം കുറഞ്ഞു. അതായത് വേട്ടയാടൽ പണ്ട് മൃഗീയ വിനോദം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിൽ എണ്ണം കുറഞ്ഞു. പിന്നീട് 50-കളായ സമയത്ത് 40,000 വീണ്ടും കുറയാൻ തുടങ്ങി. 71 ആയപ്പോഴത്തേക്കും അത് 1411 വന്നു. അങ്ങനെയാണ് ഈ അന്ന് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഈ വന്യജീവി സംരക്ഷണ നിയമം കൊണ്ടുവരുന്നത്. അപ്പോൾ ആ കാലഘട്ടം ആകുമ്പോഴത്തേക്കും ഈ കടുവ ഉൾപ്പെടെ, ആന ഉൾപ്പെടെ ഒട്ടനവധി ജീവജാലങ്ങളുടെ വംശത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയായി ഒരു സാഹചര്യത്തിൽ ഇവരെ ഷെഡ്യൂൾ ചെയ്തു. ഷെഡ്യൂൾ 1, 2, 3, 4. അപ്പോൾ ഏറ്റവും കൂടുതൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെല്ലാം ഷെഡ്യൂൾ 1-ൽ ഉൾപ്പെടുത്തി. അങ്ങനെ ഷെഡ്യൂൾ 1-ൽ പെടുന്ന ഒരു ജീവിയാണ് കടുവയും ആനയും ഒക്കെ. കടുവയും ആനയും മാത്രമല്ല, അതൊരു വലിയൊരു ലിസ്റ്റ് തന്നെയുണ്ട്. അപ്പോൾ ഈ ജീവജാലങ്ങളുടെ എണ്ണം കൂടിയെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും അത് എണ്ണം കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ മറ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ച് ആലോചിക്കാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ നമുക്ക് പന്നികളുടെ എണ്ണം കൂടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊല്ലാനായിട്ട് കേരള സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ടെങ്കിൽ പോലും പന്നികളുടെ എണ്ണം കൂടി എന്ന് നമുക്ക് നാട്ടിൻപുറങ്ങൾ കൂടിയത് അതിന് മറ്റു ചില കാരണങ്ങളുണ്ട്. കുറുക്കന്മാരുടെ എണ്ണം തൊഴിലുറപ്പ് പദ്ധതി വന്നതോടുകൂടി കുറഞ്ഞതുകൊണ്ടാണ് പന്നികളുടെ എണ്ണം കൂടിയത്, മയിലുകളുടെ എണ്ണം കൂടിയെന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ കാട്ടിൽ അതുപോലെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ല. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ അന്നത്തെ കാളും എണ്ണം കുറയുകയും ഇപ്പോൾ 2018 ആകുമ്പോഴത്തേക്കും കടുവകളുടെ എണ്ണം 120 എന്ന എണ്ണമാണ് വയനാടിനെ സംബന്ധിച്ചുണ്ടായിരുന്നത്. ആനകളുടെ എണ്ണം ഏകദേശം 5200 ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ നമുക്ക് ഈ അടുത്ത ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്ക് നോക്കുന്ന സമയത്ത് കടുവകളുടെ എണ്ണം 120 നിന്നും 88 കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒരു ഫാക്ടറാണ്. ആനകളുടെ എണ്ണമാണെങ്കിൽ 3200 കുറഞ്ഞിരിക്കുന്നുള്ള കാര്യം, അത് ഈ മൈഗ്രേഷൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെ കണക്കാക്കിയാലും ഈ കൂടിയിട്ടില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് എണ്ണം കൂടി എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കാട്ടിനകത്തെ ജീവജാലങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള ആവാസ വ്യവസ്ഥയിൽ കാര്യമായിട്ടുള്ള ശോഷണം സംഭവിച്ചിരിക്കുന്നു. 100% അത് ശരിയാണ്. കാരണം ഈ സന്ന എന്ന് പറയുന്ന ഈ കൊന്നച്ചെടി വളരെയധികം വ്യാപിച്ചിരിക്കുന്നു കാടിനകത്തെ. പണ്ട് അങ്ങ് പറഞ്ഞതിനകത്ത്, നിഷാദ്ജി പറഞ്ഞതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാതലായിട്ടുള്ള ഒരു ഭാഗം എന്ന് വെച്ചാൽ കാട് മാനേജ്മെൻറ്റിനകത്ത് കാതലായിട്ടുള്ള ഒരു മാറ്റം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും എടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം തേക്ക് തോട്ടങ്ങൾ, യൂക്കാലിപ്റ്റസ് തോട്ടങ്ങളും അതേപടി നിലനിർത്തിക്കൊണ്ടാണ് ഇന്നത്തെ വന്യജീവി സങ്കേതവും മറ്റ്
നോർത്ത് വയനാട്, സൗത്ത് വയനാട് ഡിവിഷനുകളും തൊട്ടടുത്ത ആൾമോസ്റ്റ് കേരളത്തിലെ മറ്റെല്ലാ വനസങ്കേതങ്ങളും നിലനിൽക്കുന്നത്, ഇൻക്ലൂഡിങ് നമ്മുടെ പറമ്പിക്കുളം ടൈഗർ റിസർവ്. അപ്പോൾ അവിടെ അങ്ങനെയുള്ള ഏകവിളത്തോട്ടങ്ങളുടെ എണ്ണം, അതിൻ്റെ വ്യാപ്തി കുറച്ചെങ്കിൽ മാത്രമേ മറ്റ് സ്വാഭാവികമായിട്ടുള്ള വനസസ്യങ്ങളും അവിടെ സ്വാഭാവികമായിട്ട് വന്യജീവികൾക്ക് നിലനിൽക്കാനുള്ള സാഹചര്യമുള്ളൂ. പിന്നെ അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ ഒരു പോയിന്റ് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. വേനലായതുകൊണ്ട് തന്നെ എല്ലാ ജീവജാലങ്ങൾക്കും വെള്ളം വേണം. പ്രധാനമായിട്ട് ഭക്ഷണം കുറച്ചധികം കിട്ടിയില്ലെങ്കിൽ പോലും വെള്ളത്തിനായിട്ട് അവർ കാടിനകത്ത് ഇനി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരികയാണ്. ഇപ്പോൾ നമുക്ക് സീസൺ തുടങ്ങിക്കഴിഞ്ഞു. നാഗർഹോളയിൽ നിന്നും മുതുമലയിൽ നിന്നും ബന്ദിപ്പുര ഈ മേഖലയിൽ നിന്നെല്ലാം ആനകൾ കൂട്ടത്തോടെ താങ്കൾ പറഞ്ഞ പോലെ വനത്തിന്റെ വിസ്തൃതി കൂടുകയാണെന്നുള്ള കണക്ക് നമ്മൾ പറയുമ്പോഴും അത് വനത്തിന്റെ വിസ്തൃതി സർക്കാരിന്റെ പ്ലാന്റേഷൻ കൂടി കൂട്ടിയിട്ടാണെന്നാണ് താങ്കൾ പറയുന്നത്. ഞാൻ ചോദിക്കുന്നതേ, അതായത് വന്യമൃഗ ശല്യം സീരിയസ് ആയിട്ട് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉണ്ടല്ലോ, അതിന്റെ കാരണങ്ങൾ താങ്കൾ കാണിക്കുന്നതാവാം, അവർ പറയുന്നതാവാം. അതിനകത്തൊരു പഠന റിപ്പോർട്ടാണ്, ശരിക്കും സീരിയസ് ആയിട്ടുള്ള ഒരു പഠന റിപ്പോർട്ടാണ് പുറത്തു വരേണ്ടത്. നമ്മുടെ മുമ്പിലുള്ള പരിഹാര മാർഗം എന്താണ്? ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയൊരു ക്രൂരതയൊന്നും അല്ലല്ലോ, വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്, ചെയ്യാൻ നമ്മുടെ മുമ്പിൽ പ്രൊവിഷനുണ്ട്, ചെയ്യാവുന്നതാണ്. അതാണോ നമ്മളിപ്പോൾ ഓപ്റ്റ് ചെയ്യേണ്ട സംഗതി? അതായത് ട്രാൻസ്ലൊക്കേഷൻ എപ്പോൾ ചെയ്യാമെന്ന് വെച്ചാൽ അത് വന്യജീവി സംരക്ഷണ നിയമത്തിന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു ജീവിയെ ട്രാൻസ്ലോക്കേറ്റ് ചെയ്യണമെങ്കിൽ അത് അതിൻ്റെ പ്രായാധിക്യം കൊണ്ടോ അവരുടെ കിടമത്സരം കൊണ്ട് നിലനിൽപ്പിന് വേണ്ടി ഫിറ്റസ്റ്റ് വിൽ സർവൈവ് എന്നാണല്ലോ പറയുക പ്രകൃതിയുടെ നിയമം. ആ അതിജീവനത്തിന് വേണ്ടിയിട്ട് അവർ മത്സരിക്കുന്ന സമയത്ത് അപകടത്തിൽപ്പെട്ട് നിലനിൽപ്പിന് ഭീഷണിയാകുന്ന സമയത്ത് ഒരുപക്ഷെ നാട്ടിൽ ഇറങ്ങുകയാണെങ്കിൽ, അതാണ് പലപ്പോഴും നമ്മളിവിടെ പിടിക്കപ്പെട്ട പല കടുവകളുടെയും പല്ല് പോയതും അതുപോലെ ശരീരത്തിനകത്ത് ഒരുപാട് മുറിവുകളൊക്കെ ആയിട്ടുള്ളത്. അത്തരത്തിൽ വൂണ്ടഡും ഇഞ്ചേർഡും അതുപോലെ മരണാസന്നമായി കിടക്കുന്ന ജീവജാലങ്ങൾ ഉണ്ടെങ്കിൽ അവരെ വേണമെങ്കിൽ നമുക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാം, അത്രയേ ഉള്ളൂ. അല്ലാത്ത രീതിക്ക് നമ്മൾ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്താൽ സംഭവിക്കുന്നത്, ഞാൻ ഈ മേഖലയിൽ കഴിഞ്ഞ 30 വർഷത്തെ ഒരു അനുഭവം വെച്ച് പറയാണ്, ട്രാൻസ്ലൊക്കേറ്റ് ചെയ്താൽ എവിടെയാണോ നമ്മൾ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്നത് അവിടെ നിന്നും ആ കടുവയോ പുലിയോ ആനയോ ആയിക്കോട്ടെ അത് നേരെ തിരിച്ച് പഴയ സ്ഥലത്തേക്ക് വരും, ഒരു സംശയമില്ല. ഇനി അഥവാ അവിടെ വരുന്നതിനിടയ്ക്ക് അവിടെ ഇവർ തമ്മിലൊരു ആ ജീവികൾ തമ്മിലൊരു മത്സരം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു ജീവി മരിക്കും. അതായത് ഒരു വാക്യൂം സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഒരു പ്രദേശത്ത് നാട്ടുകാരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു കടുവയെ പിടിച്ച് വേറൊരു സ്ഥലത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഈ സ്പേസിലേക്ക് ആ കടുവ തിരിച്ചു വരുന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. ഇൻ കേസ് വരാതെ അത് മറ്റെവിടെയെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ ഈ സ്പേസ് ഓക്യുപ്പൈ ചെയ്യാനായിട്ട് 2-ലധികം അല്ലെങ്കിൽ 3-4 കടുവ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ പുതിയ കടുവകൾ ഈ പ്രദേശത്തേക്ക് വരും. സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഒരു കടുവയെ മാറ്റാൻ നോക്കുമ്പോൾ ആ പ്രദേശത്തേക്ക് 3-4 കടുവകൾ വരും. ഈ കടുവകളൊന്നും ആ ഇക്കോസിസ്റ്റത്തിന് ശരിക്കും പറഞ്ഞാൽ ഫുള്ളായിട്ട് ഫിറ്റായ കടുവകളല്ല. കുറച്ച് പറഞ്ഞാൽ നമ്മൾ തമാശയ്ക്ക് പറയുകയാണെങ്കിൽ കുറച്ച് തെമ്മാടിക്കൂട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അവർ കുറച്ച് അലമ്പ് കാണിക്കുന്ന രീതിയിലേക്ക് മാറും. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു കടുവ ശല്യം ചെയ്യാത്ത ഒരു കടുവയെ നമ്മൾ മാറ്റുന്ന സമയത്ത് ശല്യക്കാരായിട്ടുള്ള 2-3 കടുവകളെ കൊണ്ടുവിടുന്ന പ്രവണതയായിട്ട് മാറി. ഇത് ഇക്കോ സിസ്റ്റത്തിന്റെ സ്റ്റഡിയെ ബേസ് ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നത്. ഒരു പരിഹാര നിർദ്ദേശം എന്താണ്? പിന്നെ അതായത് ജനങ്ങളും വനവും ഒരുമിച്ച് ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എല്ലാ കാലത്തും ജീവിച്ചത്. സംഘർഷം എന്ന് പറയുന്നത് മനുഷ്യന് ഈ ജീവികളോടുള്ള ഭയപ്പാട് വന്നതിന് ശേഷമാണ് സംഘർഷൻ്റെ തലത്തിലേക്ക് പോകുന്നത്. അതായത് നമ്മളെ ഇവർ ആക്രമിക്കുമോ എന്നുള്ളൊരു ഭീതിയിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. എങ്കിലും ഈ ജീവജാലങ്ങളും ഇവരെല്ലാം കൂടെ ഒരുമിച്ച് തന്നെ സഹകരിച്ച് തന്നെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് തന്നെ എന്ന് വെച്ചാൽ പരസ്പരം അതിലെനിക്ക് പറയാനുള്ള ഒരൊറ്റ ഉദാഹരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ടൗണിൽ ജീവിക്കുന്ന ടൗൺ ഓപ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ടൗണിൻ്റെ എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും അവിടുത്തെ ദോഷങ്ങളും അനുഭവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അവിടുത്തെ ആശുപത്രി, വിദ്യാഭ്യാസം മുതലുള്ള എല്ലാ സൗകര്യങ്ങളും എടുക്കുക. അതേപോലെ അപകട മരണങ്ങൾ, മറ്റ് രോഗങ്ങളെല്ലാം വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്, നെഗറ്റീവായിട്ടുണ്ട്. അതേപോലെ കാടിനടുത്ത് താമസിക്കുന്ന ആളുകൾക്ക് എത്രയോ ഗുണങ്ങളുണ്ട്. ശുദ്ധമായിട്ടുള്ള വായുവും വെള്ളവും ജീവിത എത്രയോ മടങ്ങ് കൂടുതലാണ്. അപകടത്തിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ടൗണിനേക്കാൾ കുറവാണ്. പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ റോൾ എന്തുമാത്രമാണ്? ഇതെല്ലാം കൂടി കേന്ദ്ര സർക്കാരിന്റെ തലയിലേക്ക്. ഹലോ, മധു ബിജെപി ജില്ലാ പ്രസിഡന്റ്, പറയൂ താങ്കൾ. ഓക്കെ. ഇതിന് സെൻട്രൽ ഗവൺമെന്റിന്റെ തലയിൽ മാത്രം വെച്ചിട്ട് ഈ പ്രശ്നത്തിന്റെ പരിഹാരം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതിനകത്ത് ദീർഘകാലാടിസ്ഥാനത്തിലും ഹ്രസ്വകാലാടിസ്ഥാനത്തിലുള്ള ഒരു നയമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ വയനാട് വന്യമൃഗ സംരക്ഷണ കേന്ദ്രം എന്ന് പറയപ്പെടുന്നു. എന്ത് വന്യമൃഗ സംരക്ഷണ കേന്ദ്രം എന്ന് പറയുമ്പോൾ അത് എങ്ങനെ, ഏത് രൂപത്തിലാണ്, അതിന്റെ പ്ലാൻ എന്താണ്, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന അവസരത്തിൽ അത് കൈമലർത്തി കാണിക്കുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. അപ്പൊ അത് നമ്മളിപ്പോ വന്യമൃഗ ശല്യത്തെ എങ്ങനെ പ്രതിരോധിക്കുമെന്ന് ചോദിക്കുമ്പോൾ സംസ്ഥാനത്തെ ഇവിടുത്തെ ഫോറസ്റ്റ് അധികാരികൾ, അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാര്, സംസ്ഥാന സർക്കാർ
ഏത് രൂപത്തിൽ ഇത് പരിഹരിക്കും എന്നതിനെ കുറിച്ച് ചോദിക്കുന്ന അവസരത്തിൽ കൃത്യമായിട്ടൊരു ഉത്തരം തരാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അല്ല, കൃത്യമായ ഉത്തരവല്ലേ നമ്മുടെ നിയമസഭ പാസാക്കിയ പ്രമേയം? നമ്മുടെ സംസ്ഥാനത്തിന്റെ നിലപാട് എന്താണെന്ന് ആ പ്രമേയത്തിൽ വളരെ കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. വനം വന്യജീവി നിയമത്തിൽ മാറ്റം വേണം. 72 നിയമം കൊണ്ട് നമുക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല. വന്യജീവി സംരക്ഷണത്തിന് ഭാഗമായിട്ടുണ്ടാക്കിയ നിയമത്തിനകത്ത് മനുഷ്യരുടെ സംരക്ഷണത്തിന് കൂടുതൽ ഊന്നൽ കൊടുക്കണം. ചില ജീവികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കണം. ഇതൊക്കെ നമ്മുടെ വളരെ വളരെ സ്പഷ്ടമായിട്ടുള്ള ഡിമാൻഡാണ്. നിയമം വരാത്തതുകൊണ്ടാണോ ഇപ്പോഴുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്? നിയമത്തിൽ നിയമം ഭേദഗതി ചെയ്യാത്തതുകൊണ്ടാണോ ഇപ്പൊ ഈ ആനയും കടുവയൊക്കെ ഇപ്പോ പുറത്തേക്ക് ഇറങ്ങുന്നത്? അല്ലല്ലോ. അല്ല, നിയമം ഭേദഗതി ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. എക്സസ് ആവുന്നവയെ കൊന്നുകളയാ, അതിന്റെ എണ്ണം കുറയ്ക്കുക എന്ന് പറഞ്ഞ ഏർപ്പാട് വിദേശത്തൊക്കെ ഉണ്ട്. ഇനിയിപ്പോ ഇവിടെ അത് വേണം, എന്താണോ ചെയ്യേണ്ടത് അത് നിങ്ങൾ പഠിക്കണം. കാരണം ഇവിടെ ഒരു സീരിയസ് ഇഷ്യൂ ഉണ്ട്. അത് കേന്ദ്ര സർക്കാർ പഠിച്ച ഒരു ബില്ല് ഇനീഷ്യേറ്റ് ചെയ്യണമെങ്കിൽ, അമെന്റ്മെന്റ് ഇനീഷ്യേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യണം. ഇത് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇത് പഠിക്കുന്ന ഇതിന് വേണ്ടിയിട്ട് എത്ര കടുവയുണ്ട് ഈ കാട്ടിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് അല്ലല്ലോ ഇത് വന്നിട്ട് നോക്കുന്നത്. ഇവിടെ ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റും പോയിട്ട് വകുപ്പ് ആളുകളുണ്ടല്ലോ. വയനാട് ജില്ലയിലെ കാടുകളിൽ എത്ര കടുവയുണ്ടെന്ന് ഇപ്പോഴും കൃത്യമായിട്ട് ഉണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 21ഓളം കടുവകൾ വയനാടിന്റെ കാടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി 15 വയസ്സ് പ്രായം ആയിട്ടുള്ള 10 വയസ്സ് കഴിഞ്ഞിട്ടുള്ള 15 വയസ്സായിട്ടുള്ള കടുവകളുണ്ടെന്നാണ് പറയുന്നത്. ആ കടുവകളെല്ലാം 10-21ഓളം കടുവകളുണ്ട്. ഈ കടുവകളെല്ലാം കൂടി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ എന്തായിരിക്കും? അപ്പൊ ഇതൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, ഏത് രൂപത്തിലാണ് ഇത് കൊണ്ടുപോകുന്നത് എന്നതിനെ കുറിച്ച് ഇപ്പൊ നിയമത്തെ ഭേദഗതി ചെയ്തെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ. ആ കാര്യങ്ങൾ നടന്നെങ്കിൽ മാത്രമേ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന പരിഹാര മാർഗം? എന്താണ് നിയമങ്ങൾ അനുസരിച്ച് തന്നെ ഈ മുന്നോട്ട് വെക്കുന്ന പരിഹാര മാർഗം എന്താണ് ശ്രീ മധു? പരിഹാരമാർഗം എത്രയോ പരിഹാരമാർഗം. ഈ നിയമം മാറ്റിക്ക് മാത്രമേ ഞങ്ങൾക്ക് പരിഹരിക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് പറയുന്നതിന് വാദത്തോടൊന്നും ഞാൻ എന്ന് വെച്ചാൽ നിയമമാറ്റം എന്ന ആവശ്യത്തെ BJP പിന്തുണയ്ക്കുന്നില്ല. അത് അവിടെ നിൽക്കട്ടെ. എന്ന് വെച്ചാൽ നിയമമാറ്റം, വനം വന്യജീവി സംരക്ഷണ നിയമം വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ അമെന്റ്മെന്റ് വേണം എന്ന കേരള സർക്കാരിന്റെ ആവശ്യത്തെ BJP പിന്തുണയ്ക്കുന്നില്ല. നിയമം മാറ്റുന്ന കാര്യത്തിലൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. അത് അവിടെ ചർച്ചയ്ക്ക് വരട്ടെ. ഇതുവരെ പാർലമെന്റിൽ എവിടെ ചർച്ചയ്ക്ക് വന്നില്ല. ആരെ കൊണ്ടുവരേണ്ടത്? ഇവിടെ ശശീന്ദ്രനാണോ പാർലമെന്റിൽ ചർച്ചയ്ക്ക് കൊണ്ടുവരേണ്ടത്? നിയമത്തെ ഇത് ചർച്ച ചെയ്യേണ്ടത് എവിടെയാ? പാർലമെന്റിലല്ലേ. പാർലമെന്റിൽ ആരാ ബില്ല് ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത്? അമെന്റ്മെന്റ് ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത് ആരാണ്? ഇവിടുന്ന് വയനാട്ടിൽ അടക്കമുള്ള ആളുകൾ MP ഉണ്ടല്ലോ, ഇദ്ദേഹം പറഞ്ഞോ ഈ നിയമത്തിൽ ഇന്ന രൂപത്തിലുള്ള മാറ്റങ്ങൾ വേണം, എന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അതീവ ഗുരുതരമായ. വയനാട്ടിലെ MP വിട്ടേക്കും. നമ്മുടെ വനം വകുപ്പ് മന്ത്രി നേരിട്ട് പോയി വന്ന് അവിടുത്തെ പരിസ്ഥിതി മന്ത്രിയെ കണ്ടില്ലേ? വയനാട്ടിലെ MP നിങ്ങൾ വിട്ടേക്കുന്നത്. നിങ്ങൾ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ മന്ത്രി പോയി കേന്ദ്രമന്ത്രിയെ കണ്ടില്ലേ? കാര്യം പറഞ്ഞില്ലേ? നമ്മുടെ നിയമസഭ പ്രമേയം പാസാക്കിയില്ലേ? ഇനി എന്താ വേണ്ടത് നിങ്ങൾക്ക്? കാര്യമില്ലല്ലോ. അത് പാർലമെന്റ് ചർച്ചയ്ക്ക് വരണോ? പാർലമെന്റ് ചർച്ചയ്ക്ക് വരുന്ന അവസരത്തിൽ ഇവിടെ ഉണ്ടല്ലോ, ഇവിടുത്തെ 20 MP ഈ MP ആരെങ്കിലും ഇതുപോലെ പറഞ്ഞോ? ഒരു സസ്പെൻഷൻ കൊടുത്തിട്ട് ഇതാ ഞങ്ങളുടെ വയനാട് ജില്ലയിലെ കേരളത്തിൽ ഇതുപോലെ വിഷയങ്ങളുണ്ട്, ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ആവശ്യമായ നിയമ ഭേദഗതി ആവശ്യമായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഒരു ഇത് കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതുവരെ പാർലമെന്റിൽ ഈ വിഷയം പറഞ്ഞിട്ടില്ല, ഉന്നയിക്കപ്പെട്ടിട്ടില്ല. പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കാനും BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ പാർലമെന്റ് വിട്ടേക്കുന്നു. ഞാൻ പറഞ്ഞ കേന്ദ്ര സർക്കാരിനോട് ഇവിടുത്തെ വനം മന്ത്രി പോയി പറഞ്ഞില്ലേ ഇവിടെ പ്രശ്നം കൂടുതലാണെന്ന്? വനം മന്ത്രി അവിടെ പോയി പറയുക മാത്രമല്ലോ, പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരണ്ടേ? ആ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരുന്നതിന് ആവശ്യമായിട്ടുള്ള പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ സീരിയസ് ആയി എടുക്കുന്നുണ്ടോ? പാർലമെന്റിൽ എന്തെല്ലാം അവതരിപ്പിക്കപ്പെടുന്നു, ഏതെല്ലാം വിഷയം ചർച്ച ചെയ്യുന്നു, അതിലെല്ലാം നിങ്ങൾ ഗൗരവത്തിൽ കേൾക്കുന്നുണ്ടോ? സർക്കാരിനെ പോയി നേരിട്ട് കണ്ട് ഇവിടുത്തെ വനം മന്ത്രി പറയാണ് ഇവിടെ കടുവയുടെ എണ്ണം കൂടുതലാണെന്ന് പറഞ്ഞാൽ ഇവിടെ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ പണി എന്താണ്? അതിന് തലപ്പത്തിരിക്കുന്നത് ആരാണ്? ഇന്നിടത്താണ് ഏത് തരത്തിലുള്ള പരിഹാരം എന്ന് ചോദിച്ചാൽ ആ പരിഹാരത്തിന് ഒരു ഉത്തരവുണ്ടോ? എങ്ങനെ പരിഹരിക്കപ്പെടും? ഇവിടെ ഈ വന്യമൃഗങ്ങളായിട്ടുള്ള നേരത്തെ ഇവിടെ കണക്കുകളൊക്കെ പറയുന്നത് കേട്ടു. ആ കണക്ക് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ കണക്കുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഈ വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിയമഗതികൾ വേണമെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച നടക്കട്ടെ. അല്ല, അതാണ് നടക്കേണ്ടത്, വേറെ അല്ല. അതാണ് നടക്കേണ്ടത്, വേറെ ഇനിയൊന്നും നടക്കാനില്ല. വേറെ എന്ത് നടക്കാനാ? നടക്കാനുള്ളത് അതാണ്. ഇനി അത് ശരിയായെങ്കിൽ മാത്രമാണ് ഇനി മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന് മുന്നോട്ട് പോകും. BJPക്ക് യോജിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല, BJP യോജിക്കുന്നില്ല. ശരി, ഞാൻ ഒരു സെക്കൻഡ് താങ്കളൊന്നും തുടരാമോ? സി പോൾ മാത്യൂസ്, കേരള ഫാമേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധിയുണ്ട്. സി പോൾ മാത്യൂസ്, നോക്കൂ, ഇതാണ് BJPയുടെ നിലപാട്. എന്ന് വെച്ചാൽ അവർക്കാണ് ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ ഇപ്പോഴുള്ളത്. നമ്മൾ പോയിട്ട് ഈ പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം വനമന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ഇനി സ്പെസിഫിക് ആയിട്ട് ഇന്ന ആവശ്യം ഇങ്ങനെ ഉന്നയിച്ചില്ല എന്ന സാങ്കേതികത്വം നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് ഇത്രയധികം ഡിസ്കസ് ചെയ്യപ്പെട്ട് 2 പേര് കൊല്ലപ്പെട്ടു. സർക്കാരിന് ഇനീഷ്യേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ, കേന്ദ്ര സർക്കാരിന്. അവരത് ചെയ്യുന്നില്ല. അപ്പൊ സമരത്തിന്റെ കുന്തമുന സി പോൾ മാത്യൂസ് അങ്ങോട്ട് തിരിക്കാതെ ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വണ്ടി തടഞ്ഞു നിർത്തി അതിന്റെ ഷീറ്റ് വലിച്ചു കീറി ഞങ്ങൾ പോലീസിനെ കത്തിക്കും എന്ന് ഭീഷണിപ്പെടുത്തി മുദ്രാവാക്യം വിളിച്ചിട്ട് സത്യത്തിൽ എന്ത് പ്രയോജനം? നിങ്ങളുടെ സമരത്തിന് ദിശ തെറ്റിപ്പോകുന്നുണ്ടോ?
അത് ഞാൻ കൃത്യമായിട്ട് അതിന് മറുപടി പറയാം. ഇപ്പോൾ ശ്രീ റഫീഖും അതുപോലെ തന്നെ ശ്രീ ഗുരുവായൂരപ്പനും വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. കൃത്യമായിട്ട് ഞാൻ അതിന് മറുപടി തരാം. ആദ്യത്തെ പോയിന്റ് വളരെ കൃത്യമായിട്ട്, കേരളത്തിന്റെ വനങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ആർക്കാണ്? വളരെ കൃത്യമാണ്. അത് പലതവണ പാർലമെന്റിൽ ചോദിച്ചിട്ടുള്ളതാണ്. കേരളത്തിന്റെ വനങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ കേരള സർക്കാരിനാണ്, കേന്ദ്ര സർക്കാരിനല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഇവർ നിരന്തരമായിട്ട് കേന്ദ്ര സർക്കാരിനോട് അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് ആവശ്യപ്പെടുമ്പോൾ കേന്ദ്ര സർക്കാർ തിരിച്ചു പറയുന്നത് നിങ്ങൾക്കാണ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ. NTCAയും പ്രോജക്ട് എലിമെന്റും പ്യൂർലി സപ്പോർട്ടിംഗ് ഓർഗനൈസേഷൻസ് മാത്രമാണ്. NTCയോട് രേഖാമൂലം ഇവർ ആവശ്യപ്പെട്ടിട്ടില്ല. ശ്രീ റഫീഖ് ഇപ്പോഴും ഒഴിഞ്ഞു കളിക്കുകയാണ്. സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല വനമന്ത്രി എന്ത് ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത്. ഇവര് കേരള നിയമസഭയിൽ അവതരിപ്പിച്ചത് വെറും എന്താ പറയാ, വെറും പ്രഹസന പ്രമേയങ്ങളാണ് എന്നാണ് അതിന്റെ സത്യം. ഇവരുടെ പ്രമേയത്തിൽ എന്താ ഉണ്ടായിരുന്നത്? ഇവർ പറയുന്നത് സെക്ഷൻ 11(1)A പ്രകാരം ഒരു വന്യജീവിയെ വെടിവെച്ച് കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനുള്ള ഉത്തരവ് CCFന് കൊടുക്കണം എന്നാണ് ഇവർ പറയുന്നത്. അപ്പോ കേരള സർക്കാർ നിയമിക്കുന്ന ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് വെടിവെച്ച് കൊല്ലാൻ ഓർഡർ ഇടാനുള്ള കേപ്പബിലിറ്റി പോലും ഇല്ല എന്നാണോ ഇവർ പറയുന്നത്. അതുകൊണ്ട് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ഇവർ അവതരിപ്പിച്ച പ്രമേയത്തിൽ ആ പ്രമേയം കൊണ്ട് കടുവ വിഷയത്തിലോ ആന വിഷയത്തിലോ എന്ത് വ്യത്യാസമാണ് ഉണ്ടാവുന്നത്? ഇവർ കൃത്യമായിട്ട് നിയമം പോലും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ വസ്തുത. ഇവർ അവതരിപ്പിച്ച പ്രമേയത്തിൽ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് ഒരു സെക്ഷൻ എന്ന് പറയുന്നത് മൃഗങ്ങളുടെ ജനനം തടയാൻ വേണ്ടി നിയമം ഉണ്ടാക്കണമെന്നാണ്. വാസ്തവത്തിൽ 2022 അമെന്റ് ചെയ്യപ്പെട്ട നിയമത്തിലെ 12BB പ്രകാരം ഒരു മൃഗത്തെ കൺട്രോൾ ചെയ്യാൻ, ഒരു മൃഗത്തിന്റെ ബർത്ത് കൺട്രോളിന് വേണമെങ്കിൽ അതിനെ പിടിച്ച് ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് കേപ്പബിലിറ്റി ഉണ്ട്. സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് ചോദിച്ചാൽ മതി. ഒരു നിയമമാറ്റത്തിന്റെ ആവശ്യമില്ല. ഇനി ഞാൻ ബാക്കിയുള്ളവർ പറഞ്ഞ പല കാര്യങ്ങളെ പറ്റി പറയാം. ശ്രീ ഗുരുവായൂരപ്പൻ പറഞ്ഞു കടുവകളുടെ എണ്ണം കുറഞ്ഞു 154 നിന്ന് 86 എന്തുകൊണ്ടാണ് കടുവകളുടെ എണ്ണം കുറഞ്ഞത് എന്ന് റിപ്പോർട്ടിൽ അവകാശപ്പെടുന്നത് നോക്കിയാൽ ആ റിപ്പോർട്ട് നോക്കിയാൽ മതി. ആ റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ട് വനമന്ത്രി പറയുന്നത് വയനാട്ടിലെയും കേരളത്തിലെയും കടുവകളുടെ എണ്ണം കൂടി എന്ന സാഹചര്യം വന്നപ്പോഴാണ് ഞങ്ങൾ സ്റ്റഡി നടത്തിയതെന്നാണ്. ഒരു സയന്റിഫിക് ബേസിസും ഇല്ല. ഒരു സയന്റിഫിക് സ്റ്റഡി നടത്തുമ്പോൾ അത് ഡബിൾ ബ്ലൈൻഡ് ടെസ്റ്റ് ആയിരിക്കണം. സ്റ്റഡി നടത്തുന്നവർ എന്തിനാണ് ടെസ്റ്റ് നടത്തുന്നതെന്ന് അറിയരുത്. കടുവകളുടെ എണ്ണം ചെയ്യാൻ നോക്കിയപ്പോൾ ഇവർ എന്ത് ചെയ്തു? ഇവർ ക്യാമറകളുടെ എണ്ണം കുറച്ചു, ഇവരെ ട്രാപ്പ് ബേസിന്റെ എണ്ണം കുറച്ചു. അതുകൊണ്ടാണ് കടുവകളുടെ എണ്ണം കുറഞ്ഞത്. വാസ്തവത്തിൽ നമ്മൾ ഇവിടെ അനക്ഡോട്ടലായിട്ട് പുറത്ത് കാണുന്നത് കടുവകളുടെ എണ്ണം കൂടുകയാണ്. വയനാട്ടിൽ ഇന്ന് 2 സ്ഥലത്ത് 2 വളർത്തുമൃഗങ്ങളെയാണ് കടുവ പിടിച്ചിട്ടുള്ളത്. എന്റെ വീടിന്റെ അടുത്ത് കടുവ വന്നു. നിരന്തരം സുൽത്താൻ ബത്തേരി ഞാൻ ഇരിക്കുന്ന സ്ഥലത്തിന്റെ പരിസരത്ത് ഒരു 10 മധുവിന് വളരെ നന്നായിട്ട് അറിയാവുന്നതാണ്. 10 കിലോമീറ്റർ പരിസരത്ത് ഒരു 10-15 വ്യത്യസ്ത കടുവകളാണ് വരുന്നത്. ഈ കൗണ്ടും ഇവരുടെ റിപ്പോർട്ടും തമ്മിൽ ഒരിക്കലും ഒത്തുപോകുന്നില്ല. ആനകളുടെ വിഷയത്തിൽ അതാണ് സംഭവിച്ചിട്ടുള്ളത്. കൃത്യമായി സംസ്ഥാന സർക്കാരിന് എണ്ണം കുറയ്ക്കേണ്ട ബാധ്യത വന്നതുകൊണ്ട് തന്നെ ഇവരുടെ എണ്ണത്തിൽ വെള്ളം ചേർത്തു എന്നുള്ളതാണ് സത്യം. ഇനി ശ്രീ ഗുരുവായൂരപ്പൻ പറഞ്ഞല്ലോ ട്രാൻസ്ലൊക്കേഷൻ സയന്റിഫിക് അല്ല എന്ന്. ശ്രീ ഗുരുവായൂരപ്പൻ എന്തിന്റെ അർത്ഥത്തിലാണ് ഇത് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ മുമ്പിൽ ഒരു ഡോക്യുമെന്റ് ഉണ്ട്. ആ ഡോക്യുമെന്റ് എഴുതിയിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഫോർ ആക്റ്റീവ് മാനേജ്മെന്റ് ടുവേർഡ്സ് റീഹാബിലിറ്റേഷൻ ഓഫ് ടൈഗേഴ്സ് ഫ്രം ദ സോഴ്സ് ഏരിയാസ് അറ്റ് ദ ലാൻഡ്സ്കേപ്പ് ലെവൽ എന്നാണ്. കടുവകളെ ഒരു പ്രദേശത്ത് നിന്ന് പിടിച്ചു മാറ്റി അതുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത കടുവകളുടെ എണ്ണം കുറഞ്ഞ മറ്റ് സ്ഥലത്തേക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആണ് NTCA വിട്ടിട്ടുള്ളത്. ആ സ്റ്റാൻഡേർഡിംഗ് പ്രൊസീജിയറിൽ കൃത്യമായിട്ട് എങ്ങനെ ചെയ്യേണ്ടത് പറഞ്ഞിട്ട് പിന്നെ ശ്രീ ഗുരുവായൂരപ്പൻ എങ്ങനെ പറയാൻ പറ്റും അത് പ്രൊസീജിയർ ഇല്ല എന്ന്? കൃത്യമായിട്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ 12BBയിലും ട്രാൻസ്ലൊക്കേഷൻ ചെയ്യാമെന്ന് പറയും. അതിന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടാൽ മതി. ഇവർ ആവശ്യപ്പെടുന്നില്ലല്ലോ. ഇനി റഫീഖിനോട് എനിക്ക് ചോദിക്കാനുള്ളത് 620 കോടി രൂപയുടെ പ്രപ്പോസലിൽ കടുവകളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത്? ഈ പ്രപ്പോസൽ ഞാൻ വായിച്ചു നോക്കിയിട്ടുള്ളതാണ്. ഈ പ്രപ്പോസലാണ് കുരങ്ങിന് വേണ്ടി 20 ലക്ഷം രൂപ, സെന്ന വെട്ടാൻ 20 ലക്ഷം രൂപ തുടങ്ങി കമ്മീഷൻ അടിച്ചു മാറ്റാനുള്ള പ്രപ്പോസലാണത്. ഇതിൽ എന്താണ് കടുവകളുടെ എണ്ണം കുറയ്ക്കാൻ ഉള്ളത് എന്ന് ശ്രീ റഫീഖ് ആവശ്യപ്പെട്ടു. ഇനി ശ്രീ റഫീഖ് പറഞ്ഞ ഒരു കാര്യം ഞാൻ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു. ശ്രീ രാഹുൽ ഗാന്ധിയുടെ കാര്യം. ശ്രീ രാഹുൽ ഗാന്ധി MP ഈ വിഷയത്തിൽ പാർലമെന്റിൽ വായ തുറന്നിട്ടില്ല. കഴിഞ്ഞ വർഷം അമെന്റ്മെന്റ് വന്നപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി ഒരക്ഷരം അവിടെ മിണ്ടിയിട്ടില്ല. ഇപ്പോൾ മാത്യൂസ്, ഞാൻ ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ്
നിങ്ങൾക്ക് ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന വന്യജീവി ഗവേഷകന്റെ പോയിന്റിനോട് വിയോജിപ്പുണ്ട്, ഡിവൈഎഫ്ഐയുടെ അല്ലെങ്കിൽ സർക്കാരിന്റെ പോയിന്റിനോട് വിയോജിപ്പുണ്ട്. BJP-യോട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ലേ കേന്ദ്ര സർക്കാരിനോട്? തീർച്ചയായിട്ടും അതായത് കേന്ദ്ര സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഇപ്പൊ അടുത്ത ഇടയ്ക്ക് ഈ ഞങ്ങളുടെ ഒരു മാനിഫെസ്റ്റോ, അതായത് സർക്കാരിന്റെ ആ ഡിമാൻഡ്സ് വെച്ചിട്ടുണ്ട്. അത് BJP-ക്കും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, എല്ലാ പാർട്ടികളോടും കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഒരു 20 ദിന പട്ടികയാണ് അതിൽ തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന് ഞങ്ങൾക്കുള്ള ഡിമാൻഡ് എന്ന് പറയുന്നത് വന്യജീവികളുടെ പ്രൊട്ടക്ഷൻ വനത്തിനകത്ത് മാത്രം മതി. വനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വന്യജീവികളെ ഏത് തരത്തിൽ കൈകാര്യം ചെയ്യാനും കർഷകന് പൂർണ്ണമായ അനുമതി നൽകിയിരിക്കണം എന്നുള്ളതാണ് ഇതിൽ ഞാനൊന്ന് വേഗം തിരിച്ചു. ഇവിടെ എന്തായാലും പ്രശ്നങ്ങൾ വളരെ കലുഷമാണ് എന്ന് നമുക്കറിയാം. ഒന്നാമത്തെ കാര്യം, ആളുകൾക്ക് വലിയ ജീവന് ഭീഷണിയുണ്ട്. രണ്ടാമത്തേത്, ഈ കാണുന്ന വലിയ സമരങ്ങളും കണ്ടല്ലോ. ദീർഘകാല പദ്ധതിയുണ്ട്, മനസ്സിലാക്കാവുന്നതാണ്. ഹ്രസ്വകാല പദ്ധതികൾ എന്താണ്? ഈ പ്രശ്നത്തെ അടിയന്തരമായി പരിഹരിക്കാൻ ആളുകൾക്ക് ഇനിയും ഭയമില്ലാതെ ജീവിക്കാൻ കഴിയും വിധത്തിൽ എന്തൊക്കെ തരത്തിലുള്ള എന്താ പറയുക ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്, സ്റ്റേറ്റ് ഗവൺമെന്റ്? തീർച്ചയായിട്ടും ഇവിടെ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റ് വളരെ ക്രിയാത്മകമായി തന്നെ ഈ കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. ഒരു സാഹചര്യം വരുന്ന ഘട്ടത്തിൽ വളരെ അടിയന്തരമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്നു. അതിൻ്റെ ഹ്രസ്വകാല പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഗവൺമെന്റ് ബഡ്ജറ്റിൽ 58 കോടി രൂപ ഇത് പരിഹാരത്തിന് വേണ്ടി നീക്കിവെച്ചു. മറ്റ് പദ്ധതികളായി 258 കോടിയിലധികം രൂപ ബഡ്ജറ്റിൽ നീക്കിവെക്കുന്ന സാഹചര്യമുണ്ടായി. ഇവിടെ അടിയന്തരമായി ഇവിടെ വയനാട്ടിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കേണ്ടത് 2100 ചതുരശ്ര കിലോമീറ്റർ ഭൂമിയുള്ള വയനാട്ടിൽ 864 ചതുരശ്ര കിലോമീറ്ററും വനഭൂമിയാണ്. ആ വനഭൂമിയുടെ 40% വനഭൂമിയായിട്ടുള്ള ഈ വയനാട്ടിൽ 60% സ്വാഭാവിക വനമല്ല എന്ന പ്രശ്നങ്ങൾ നമ്മളുണ്ട്. അത് സംബന്ധിച്ച പഠനം നടത്തേണ്ടതായിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള പരിഹാരങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഗവൺമെന്റ് എന്ന നിലയിൽ വളരെ കൃത്യമായി ഈ കാര്യത്തിൽ ഇപ്പോൾ ഇടപെടുന്നുണ്ട് കേരളത്തിലെ ഗവൺമെന്റ്. ഇവിടെ നേരത്തെ പറയുന്ന ചില ആളുകൾ സൂചിപ്പിക്കുന്ന എന്താണ്, ചില പ്രതിനിധികൾ സൂചിപ്പിക്കുന്ന എന്താണ്, കേരളത്തിന് എല്ലാ അധികാരം ഉണ്ടെന്നാണ്. വെറുതെ നമ്മൾ കാടടിച്ച് വെടിവെക്കാമെന്നല്ലാതെ 1972 നിയമപ്രകാരം കേരളത്തിന് ഈ കേരളത്തിലെ ആ നിയമപ്രകാരം ഇവിടെ വെടിവെച്ച് കൊല്ലാൻ സാധിക്കുമോ? വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ സാധിക്കുമോ? ഇവർ പറയട്ടെ, ഈ പറയുന്നവർ പറയട്ടെ. ഇവിടെ പറഞ്ഞല്ലോ CCSF-ന് ഇത് കൊടുക്കണമെന്ന് നമ്മൾ ഇതിൽ ആവശ്യപ്പെടാൻ കാരണം എന്താ? കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ 11(1)A വകുപ്പ് പ്രകാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് നൽകിയിട്ടുള്ള എല്ലാ അധികാരങ്ങളും CCF-ന് നൽകണം എന്നാണ് നമ്മുടെ ആവശ്യം. അതാണ് പ്രമേയത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി 15-ാം തീയതി വിളിച്ചു ചേർത്ത ജനപ്രതിനിധികളുടെ യോഗത്തിൽ വയനാട്ടിലെ പ്രത്യേക സാഹചര്യത്തിൽ ഒരു CCF-നെ വയനാട്ടിലേക്ക് മാത്രമായി നിയോഗിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് നിയോഗിച്ചത്? ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ഇഷ്യൂ വരുമ്പോൾ, ഒരു കാട്ടാന ആക്രമണം വരുമ്പോൾ അതിന് മയക്കുവെടി വെക്കണമെങ്കിൽ പോലും CCF-ന്റെ ഉത്തരവ് വേണം. അപ്പൊ സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്തേക്ക് അറിയിച്ച് അവിടെ നിന്ന് ഓർഡർ വരുന്നവരെ കാത്തിരിക്കണം. അത് പരിഹരിക്കാൻ വേണ്ടിയാണ് CCF-നെ വയനാട്ടിലേക്ക് ഇപ്പം നിയമിക്കാൻ തീരുമാനമെടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇപ്പം വെടിവെച്ച് കൊല്ലണമെന്ന ഉത്തരവ് വരണമെങ്കിൽ എവിടുന്ന് വരണം? കേന്ദ്ര നിയമപ്രകാരം കേരളത്തിൽ നിന്ന് തീരുമാനം എടുക്കാൻ കഴിയില്ല. അപ്പോൾ കേന്ദ്ര നിയമത്തിലെ മാറ്റം വരുത്താതെ കേരളത്തിന് അധികാരമുണ്ട് എന്ന് വെറുതെ നമ്മൾ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. കേരളത്തിന്റെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം കേരളത്തിലെ ഗവൺമെന്റ് ചെയ്യുന്നു. നിങ്ങൾ നോക്ക്, കഴിഞ്ഞ ഈ ഇഷ്യൂ ഉണ്ടായപ്പോൾ തന്നെ കേരളത്തിലെ ഗവൺമെന്റ് എല്ലാ ദിവസവും ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുകയല്ലേ. മുഖ്യമന്ത്രി തന്നെ ഉന്നത യോഗം വിളിക്കുന്നു, അതിനുശേഷം ജനപ്രതിനിധികളെ യോഗം വിളിക്കുന്നു, അതിനുശേഷം ഇപ്പം ഈ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിതല സംഘം 20-ാം തീയതി വയനാട്ടിലേക്ക് എത്തിച്ചേരാൻ തീരുമാനമെടുക്കുന്നു. ഈ രൂപത്തിലുള്ള CCF-നെ വയനാട്ടിലേക്ക് നിയമിക്കുന്നു. കേരളത്തിലെ 11.5 കോടി രൂപ നഷ്ടപരിഹാരത്തിന് വേണ്ടി അനുവദിക്കുന്നു. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിലെ ഗവൺമെന്റ് ചെയ്യുകയാണ്. അടിയന്തരമായി നമ്മൾ ഇതിൽ വേണ്ടത്, കേരളത്തിലെ വനംവകുപ്പ് മന്ത്രിയും റവന്യൂ മന്ത്രിയും ചേർന്ന് കേന്ദ്രമന്ത്രിയെ കണ്ടുകൊണ്ട് ഇവിടുത്തെ വിഷയങ്ങളെല്ലാം ധരിപ്പിച്ചു. ഇവിടെ ധരിപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്, ധരിപ്പിച്ചു. ഇപ്പൊ കിഫയുടെ പ്രതിനിധികൾക്കെല്ലാം കേന്ദ്രത്തെക്കുറിച്ച് പറയാൻ താല്പര്യമില്ല. ഞാൻ ഈ സന്ദർഭത്തിൽ അതിലേക്ക് കടക്കുന്നില്ല, അത് മറ്റു അവസരത്തിൽ പറയാം. പക്ഷെ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏതായാലും കേരളത്തിലെ ഗവൺമെന്റ് ഈ ആക്ഷൻ എടുക്കുകയും അതിനെ ജാഗ്രതയോടെ കാണുകയും ചെയ്യുന്നു എന്നാണ് ശ്രീ മധു. അപ്പൊ കേരളത്തിലെ സർക്കാർ തീർച്ചയായും ആവശ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വന്ന് ഓരോരോ കാര്യങ്ങൾ ആവശ്യപ്പെടാൻ കാത്തിരിക്കുകയാണോ BJP-യുടെ കേന്ദ്ര സർക്കാർ? ശ്രീ മധു കേൾക്കുന്നുണ്ടോ? എങ്ങനെ ചോദ്യം വ്യക്തമായില്ല. ഹലോ ശ്രീ മധു, താങ്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ട് എന്നത് സംബന്ധിച്ച് ഓരോന്നോരോന്നായിട്ട് എഴുതി കൊണ്ടുവന്ന് സമർപ്പിക്കാൻ
നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണോ? ഇന്ന കാര്യങ്ങൾ ചെയ്തു തരാമോ സാർ എന്ന് ചോദിച്ചാൽ അപ്പോൾ ആലോചിക്കാമെന്ന മട്ടിലാണോ നിങ്ങൾ നിൽക്കുന്നത്? ആ രൂപത്തിലൊന്നും സെൻട്രൽ ഗവൺമെന്റോ പ്രതിനിധികളോ എവിടെയെങ്കിലും പറഞ്ഞായിട്ട് എനിക്കറിയത്തില്ല. അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനം മാത്രമാണ്. ഇവിടെ ഇതിന് നിയമം മാറ്റിയാൽ മാത്രമേ ഞങ്ങൾ മുന്നോട്ട് പോകുള്ളൂ എന്ന് പറയുന്നതൊന്നും ശരിയല്ല. അതിനോട് കുറിച്ച് യോജിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. മറ്റൊരു കാര്യമുള്ളത് ഇതിനകത്ത് പറയുന്നുണ്ട്, കുറെ കണക്കുകളൊക്കെ പറയുന്നുണ്ട്, ഇത്രയും കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഫീൽ ചെയ്യുന്നില്ലല്ലോ. വയനാട്ടിലെ ജനങ്ങൾക്ക് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, സഹായിക്കുന്നതിന് വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് എവിടെയാണ് ഫീൽ ചെയ്യുന്നത്? ഇപ്പോ ധനസഹായം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി 11 കോടി രൂപ മാറ്റിവെച്ചു എന്ന് പറയുന്നു. ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് 2 മാസത്തിനിടയിൽ 3 പ്രധാനപ്പെട്ട മനുഷ്യജീവനുകളാണ് വയനാട് ജില്ലയിൽ നഷ്ടപ്പെട്ടത്. അവർക്ക് എന്ത് ധനസഹായമാണ് അവർക്ക് കൊടുത്തത്? സ്വാഭാവികമായിട്ട് കൊടുക്കപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോഴും മൂടക്കൊല്ലിയിൽ കൊല്ലപ്പെട്ട കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള പ്രജീഷിന്റെ കുടുംബത്തിന് കൊടുത്തിട്ടുള്ളത് ആകെ 5 ലക്ഷം രൂപയാണ്. അല്ല, അതൊക്കെ ആയിക്കോട്ടെ. അപ്പം ആളുകൾ മരിച്ചോട്ടെ, മരിച്ചതിന് ശേഷം നല്ല തുക കുടുംബത്തിന് കൊടുത്താൽ മതി എന്നതാണോ നിങ്ങളുടെ നിലപാട്? അങ്ങനെ നിങ്ങൾ വ്യാഖ്യാനിക്കട്ടെ. ആ രൂപത്തിൽ ഇത് സംസാരിച്ചോളൂ. നിർഭാഗ്യവശാൽ കൊല്ലപ്പെട്ടു പോയ മനുഷ്യരുടെ, പരിക്കേറ്റവരുടെ കുടുംബത്തിന് നൽകിയ സഹായത്തിന്റെ കണക്ക് നമുക്ക് സംസാരിക്കാം. അതിന് മുൻപ് ഈ പ്രശ്നം നമുക്ക് ശാശ്വതമായി പരിഹരിക്കാൻ നിങ്ങൾക്ക് വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ അത് പറയൂ. പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത് ദീർഘകാല അടിസ്ഥാനത്തിൽ, ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ ഒരു പദ്ധതിയാണ് ആവശ്യമായിട്ടുള്ളത്. അല്ല, ആ പദ്ധതിയിൽ നിങ്ങളുടെ റോൾ എന്താണെന്ന് പറയൂ. ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യം, ആനയെയും കടുവയെയും ഒരേ രൂപത്തിലാണ് പ്രതിരോധിക്കേണ്ടി വരുന്നത് വയനാടിന്റെ കാടുകളിൽ, വയനാടിന്റെ അവസ്ഥയിൽ. അതുകൊണ്ട് ടൈഗർ നെറ്റും അതേപോലെ തന്നെ റെയിൽ ഫെൻസിംഗിലും സ്ഥാപിച്ചുകൊണ്ട് ആനയും കാടും നാടും തമ്മിൽ വേർതിരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിന് ധാരാളം പണം ആവശ്യമായിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. മറ്റൊരു കാര്യമുള്ളത്, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അതീവ സെൻസിറ്റീവ് ഏരിയകളായിട്ട് തിരിച്ചിട്ട് ABC കാറ്റഗറി കൊടുത്ത് ഏതൊക്കെ പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ വന്യമൃഗ ശല്യങ്ങളുടെ രൂക്ഷതയുള്ളത്, ആ രൂക്ഷതയുള്ള പ്രദേശങ്ങളെ സെപ്പറേറ്റ് ആയിട്ട് ABC കാറ്റഗറി തിരിച്ചുകൊണ്ട് അവിടെ അടിയന്തരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അല്ലാതെ വെറുതെ ഇത് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അതിന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ വയനാട് ജില്ലയിൽ നമുക്കിവിടെ റെയിൽ ഫെൻസിംഗ് ഉണ്ട്. ആ റെയിൽ ഫെൻസിംഗിന്റെ മുകളിൽ സത്രംകൊല്ലി വരെ മൂടക്കൊല്ലി വരെയുള്ള റെയിൽ ഫെൻസിന്റെ കൂട്ടത്തിൽ ഒരു ടൈഗർ നെറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ആനയും കടുവേനെയും പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് 10-14 കിലോമീറ്റർ മതിൽ കെട്ടിയിട്ടുണ്ട്. ആ മതിലിന്റെ മുകളിലൊരു ടൈഗർ നെറ്റ് അടിച്ചാൽ അവിടെ കുറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ട് വിവിധ മേഖലകളിൽ ഈ കാറ്റഗറി തിരിച്ചുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കുന്നതിന് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ബാക്കി നമുക്ക് പിന്നെ നോക്കാം, വേറെ ചർച്ച ചെയ്യാം എന്നാണ്. താങ്ക് യു ശ്രീ മാധു. ശ്രീ എസ് ഗുരുവായൂരപ്പൻ, താങ്കൾ അവസാനം പറഞ്ഞ പോയിന്റ് എനിക്ക് വല്ലാത്ത അത്ഭുതവും കൗതുകവും ഉണ്ടാക്കി. ഒന്ന്, മലയോരത്ത് താമസിക്കുന്ന ആളുകൾ, വനാതിർത്തിയിൽ താമസിക്കുന്ന ആളുകൾക്ക് നല്ല വായുവും വെള്ളവും ഒക്കെ കിട്ടുന്നുണ്ടല്ലോ, അതൊരു വശത്ത് ഗുണം ചെയ്യുന്നു. മറ്റു വശത്ത് ചില റിസ്ക് എലമെൻറ്റും ഉണ്ട്. ആന ചിലപ്പോൾ ചവിട്ടിക്കൊന്നിരിക്കും, കടുവ കൊന്നിരിക്കും, അത് നമ്മൾ സഹിക്കണം എന്നാണോ താങ്കൾ പറയുന്നത്? വിചിത്രമായി തോന്നുന്നു. ഞാൻ പറഞ്ഞത് അങ്ങ് വിചിത്രമായി തോന്നിയാൽ അതിൽ അത്ഭുതമില്ല. കാരണം നമ്മൾ അങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ടാണ്. പറഞ്ഞത് വലിയൊരു യാഥാർത്ഥ്യമാണ്. കാരണം ടൗണിൽ ജീവിക്കുന്ന ആളുകൾക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ കിട്ടുന്നുണ്ടോ അതോടൊപ്പം അതിൻ്റേതായിട്ടുള്ള തീവ്രതയിലുള്ള ദുരന്തങ്ങളും അവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ കാടിനെ സംബന്ധിച്ച് ഉള്ളതിൽ ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലം എന്നാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളും അതുപോലെ ഈ ജീവജാലങ്ങളോടൊപ്പം ജീവിക്കാനുള്ളത് വരുന്ന സമയത്ത് അപകടങ്ങളും കാര്യങ്ങളെല്ലാം വളരെ തുലം കുറവാണെന്നാണ് ഞാൻ പറഞ്ഞത്. കമ്പയർ ചെയ്യുന്ന സമയത്ത് പിന്നെ മനുഷ്യജീവനെ സംബന്ധിച്ച് ഇവിടെ വളർത്തുമൃഗങ്ങളല്ലാത്ത ജീവികളുടെ കൂടെ ജീവിക്കേണ്ട ബാധ്യത എന്താണ് മനുഷ്യന്? നോക്കൂ, ഒരു സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വം തന്നെ മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്താ ജനങ്ങളോട് പറയേണ്ടത്? നിങ്ങൾ താമസിക്കുന്നത് വനാതിർത്തിയിലാണ്, ചിലപ്പോൾ നിങ്ങൾ കൊല്ലപ്പെട്ടേക്കാം എന്നാണോ ഒരു സ്റ്റേറ്റ് പൗരനോട് പറയേണ്ടതല്ല? അതാരും പറയുന്നില്ലല്ലോ. അപ്പം അങ്ങയുടെ വ്യാഖ്യാനമാണ്. അതായത് അപ്പം അങ്ങ് പറഞ്ഞത് മനുഷ്യൻ മാത്രം മതി എന്നുള്ള രീതിക്കാണ് അങ്ങ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. മനുഷ്യൻ്റെ തന്നെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ ഭരണഘടന പറയുന്ന നമ്മുടെ കടമകളിൽപ്പെട്ട ഒന്നാണ് വന്യജീവി സംരക്ഷണവും നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന്. അതുകൊണ്ടാണ് കേരളത്തിൽ വളരെ ആരോഗ്യകരമായ പാരസ്പര്യം അതിനല്ലേ നമ്മൾ നിൽക്കേണ്ടത്. അല്ലാതെ നമ്മൾക്ക് ഇതിന്റെ കുറെ ദുരന്തങ്ങൾ ഉണ്ടാവാം, അത് പാരസ്പര്യത്തിന്റെ ഭാഗമാണെന്ന് വിചാരിക്കാൻ പറ്റില്ലല്ലോ. അതെ, ഇല്ല, അത് ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന പോലും ഇല്ലല്ലോ. കാരണം ഞാൻ പറഞ്ഞ മറ്റേതിനേക്കാളും റിസ്ക് വളരെ കുറവാണ്, അപകടങ്ങൾ കുറവാണ്, മരണങ്ങൾ കുറവാണ്. ഇതെല്ലാം കാരണം ഉള്ളത് ഏറ്റവും സേഫ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോലും നമ്മുടെ കാട് കാണാനും അറിയാനും ഒക്കെ വേണ്ടി ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നതും നമ്മൾ പരിസ്ഥിതി വിദ്യാഭ്യാസം കൊടുക്കുന്നതും. പരിസ്ഥിതി വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കാര്യമായിട്ടുള്ള ഒരു കുറവുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്യേണ്ടി വരുന്നത്.
മറ്റൊന്ന് ഏറ്റവും ഗുരുവായൂരപ്പൻ ഞാൻ successful ചോദിക്കുന്നത് ആയിട്ട് കുറച്ച് ഈ സ്പെസിഫിക് പറഞ്ഞ ആവും. കാര്യത്തില് ആളുകൾ റോഡ് ആക്സിഡന്റിൽ കൊല്ലപ്പെടുന്നതോ മറ്റു പ്രകൃതി ദുരന്തങ്ങളിൽ കൊല്ലപ്പെടുന്നതോ കടലിന്റെ അരികിൽ താമസിക്കുന്ന ആളുകൾക്ക് സീ റോഷൻ ഉണ്ടാകുന്നത് പോലെ ഒരു സ്വാഭാവിക പ്രശ്നമാണ് ഈ 1-2 മൃഗങ്ങൾ ഇറങ്ങി ആളുകൾക്ക് ചില കാഷ്വാലിറ്റീസ് ഉണ്ടാകുന്നത്. അതിന് ഈ പറയുന്ന ഭീമാകാരമായ പ്രാധാന്യമൊന്നും കൊടുക്കേണ്ട കാര്യമില്ലെന്നാണോ താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും അതിൽ ഞാൻ ആ പോയിന്റിൽ 100% ഉറച്ചു നിൽക്കുന്നു. അതുപോലെ ഇതൊരു പ്രകൃതി ദുരന്തമാണ്. രണ്ടാമത്തത് നോക്കൂ, എന്നെ ഒരു മിനിറ്റ് സംസാരിക്കാനായിട്ട് ഒന്ന് അനുവദിക്കണം. ഇപ്പോൾ നമ്മൾ അജീഷിൻ്റെ മരണം നിങ്ങളൊക്കെ വിഷ്വൽസൊക്കെ കാണിച്ചത് പ്രകാരം ആണെങ്കിൽ ഒരുപക്ഷെ വെറുതെ നിന്ന ഒരാളെ ആന ഓടി വന്ന് ചവിട്ടിക്കൊന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷേ അതിന് ശേഷം വന്ന വിഷ്വൽസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ആളുകളെല്ലാം ആന വന്നതറിഞ്ഞ് അങ്ങോട്ട് ആനയുടെ അടുത്തേക്ക് ഓടിപ്പോകുന്ന രംഗങ്ങളാണ് കാണുന്നത്. അപ്പോൾ അവിടെ എന്തോ ആനയ്ക്ക് ഒരു പ്രകോപനം ഉണ്ടായി. അപ്പോൾ അതിനകത്ത് അജീഷിനെ ആന ടാർഗറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു. അതെന്താണെന്നുള്ള കാര്യം വിശദമായിട്ട് പഠിക്കണം എന്നുള്ള വലിയൊരു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അജീഷിന് മരണം സംഭവിക്കേണ്ടി വന്നത്. അതായത് ആന അതിൻ്റെ പാട്ടിൽ പോകാനായിട്ട് ഒരു ചെറിയൊരു അകലം പാലിക്കുക. ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു കോമൺ സെൻസാണ്. കാട്ടിലുള്ള ജീവിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാനും എത്രയോ വർഷങ്ങളായിട്ട് കാട്ടിൽ പോകുന്നു, വരുന്നു, കടുവയെ കാണുന്നു, ആനയെ കാണുന്നു. ഇതുവരെ ഞാൻ മരണപ്പെട്ടിട്ടില്ല, അടുത്ത് പോയി പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു അകലം സേഫ് ഡിസ്റ്റൻസ് എന്ന് അതിന് പറയുക. ഓരോ ജീവികൾക്കും ഒരു സേഫ് ഡിസ്റ്റൻസ്, ഒരു 50 മീറ്റർ ആനയ്ക്ക്, കടുവയാകുമ്പോൾ നമുക്കൊരു 10-15 മീറ്റർ എങ്കിലും ഒരു സേഫ് ഡിസ്റ്റൻസ്, അങ്ങനെ ഓരോ ജീവികൾക്കും ഉണ്ട്. അങ്ങനെ ഒരു സേഫ് ഡിസ്റ്റൻസിൽ നിന്നാൽ ഇവർ നമ്മളെ ആക്രമിക്കില്ല. പക്ഷേ അതും കടന്ന് നമ്മളൊരു അപ്രമാദിത്വം കാണിച്ചു പോകുമ്പോൾ ആ ജീവികൾക്ക് അവർക്കൊരു മരണഭയം വരും. അതുകൊണ്ട് അവരുടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു വെപ്രാളത്തിലാണ് മിക്കപ്പോഴും മരണപ്പെട്ടുള്ളത്. ഇപ്പോൾ സംഭവിച്ചത് അതൊക്കെ തന്നെയാണ്. ഞാൻ ഇദ്ദേഹം കിഫയിലെ പ്രതിനിധി പറഞ്ഞതിനകത്ത് 1-2 പോയിന്റ്സ് മാത്രം ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. കേരള ഗവൺമെൻറ് നടത്തിയ KFRA പോലുള്ള ഈ വിദഗ്ധ ശാസ്ത്രജ്ഞന്മാർ പഠിച്ച പഠനം എല്ലാം മണ്ടത്തരമാണെന്നും കിഫ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ശരിയെന്ന് പറഞ്ഞാൽ അത് കേൾക്കാനുള്ള മനസ്സ് കേരള സമൂഹത്തിനില്ല, മനുഷ്യനില്ല. രണ്ടാമത്തത്, ഇവർ മെമ്മോറാണ്ടം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു, കേന്ദ്രത്തിലേക്കും ഇവിടേക്കും മെമ്മോറാണ്ടം കൊടുത്തിട്ടുണ്ട്. വളരെ അതാണ് ശരിക്കും പറഞ്ഞാൽ നിഷാദ് നമുക്ക് തമാശയായിട്ട് കാണേണ്ട കാര്യം. കാട്ടിലെ ജീവികൾ കാട്ടിൽ മാത്രം നിൽക്കുക, നാട്ടിലുള്ളവർ നാട്ടിൽ നിൽക്കുക. നാട്ടിൽ നിന്നാൽ മാത്രം മതി. ഈ കാട്ടിൽ കയറിയത് കൊണ്ടാണ് ഈ കാട്ടിലെ ജീവികൾ ഇങ്ങോട്ട് വന്നത്. വെള്ളത്തിനും വിറകിനും അതുപോലെ കന്നുകാലി മേയ്ക്കാനും എല്ലാം കാട്ടിൽ പോവും. പക്ഷെ അവിടുത്തെ ഒരു ജീവി ഇങ്ങോട്ട് വരാൻ പാടില്ല. അവരെ ഞങ്ങൾ പിടിച്ചു തിന്നും. ഇതാണ്. അപ്പോൾ ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ജീവജാലങ്ങളെ കെണിവെച്ചും, ഇപ്പോൾ നോക്കുക, കടുവ ഇവിടെ ചത്തുപോയതും കെണിവെച്ചിട്ടാണ്. കെണിവെച്ച് അതിനകത്ത് മാനിനെയോ വേറെ പന്നിയോ ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ച കെണിയിൽ കടുവയുടെ കാല് കുടുങ്ങിയിട്ടാണ് മരണപ്പെട്ടത്. വാർത്ത വേറെ വഴിക്ക് പോയി. അപ്പോൾ സത്യാവസ്ഥയിലേക്ക് നമ്മൾ കടന്നു പോകുന്ന സമയത്ത് ഈ ജീവികളെല്ലാം കൊല്ലണം എന്ന് പറയുന്ന, ഇത് കൊല്ലാൻ ഞങ്ങൾക്ക് അനുവാദം തരുമെന്നാണ് ഇവരുടെ മെമ്മോറാണ്ടം. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പോൾ ഇവർ കാട്ടിൽ കയറി കഴിഞ്ഞ് ഇവരെയും കൊല്ലാനുള്ള അനുവാദം, അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നാലോ? നാട്ടിൽ മാത്രം ഇരുന്നാൽ മതി, ഒരു കാരണവശാലും കാട്ടിൽ കയറണ്ട എന്നുള്ള കാര്യം പറഞ്ഞാലോ? എന്താ നിഷാദ്? വലിയ കോമഡി ജീവികളെ കൊല്ലാനുള്ള അതാണ്. ഇതിനെ നമ്മൾ വല്ലാതെ ടെററൈസ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ്. അല്ല, അതിലേക്കൊന്ന് വരുന്നതിന് മുമ്പ് പോൾ മാത്യൂസ്, ഇന്നത്തെ സമരത്തെ നിങ്ങൾ തള്ളി പറയുന്നുണ്ട്. ഇന്നത്തെ സമരത്തിൽ ഞങ്ങൾ വയനാട് ജില്ല കത്തിക്കും, പോലീസിനെ കത്തിക്കും എന്നൊക്കെ പ്രഖ്യാപിക്കുന്നു, പൊതുമുതൽ നശിപ്പിക്കുന്നു, ഇതൊക്കെ കാണുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സമരം ചെയ്യാൻ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത്? ഇങ്ങനെ ഒരു വലിയ ഒരു ഭീഷണി, കലാപത്തിന്റെ ഭീഷണി മുഴക്കാനൊക്കെയുള്ള തക്കവണ്ണം കാര്യങ്ങളെ വികസിപ്പിക്കുന്നതിന്റെ ഉത്തരവാദി ആരാണ് പോൾ മാത്യൂസ്? കലാപത്തിന് തീർച്ചയായിട്ടും കിഫ അനുകൂലിക്കുന്നില്ല. കിഫ വളരെ കൃത്യമായിട്ട് ഗൈഡ് ലൈൻസ് കൊടുക്കുകയാണ്. കിഫയുടെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിയമപ്രകാരം മാത്രമാണ്. കിഫ ഒരു കാരണവശാലും കലാപത്തിന് ആഹ്വാനം കൊടുക്കുന്നില്ല. കലാപത്തിന് ആഹ്വാനം ഡിമാൻഡ്സും എന്താണ്? ഇന്നത്തെ സമരരീതിയെ നിങ്ങൾ തള്ളിപ്പറയാണ്. ഇന്നത്തെ കലാപം ഉണ്ടായ സമരരീതിയെ തീർച്ചയായിട്ടും ഞങ്ങൾ തള്ളി പറയുന്നു. അത് സംഭവിക്കാൻ ഇടയായത് എന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ പിടിപ്പുകേടാണ്. അങ്ങനെയല്ല, നിങ്ങള് ആളുകൾ നാളെ നമ്മൾ പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിൽ ഒത്തുകൂടാൻ പോവുകയാണ് എന്ന ഒരു ഡയറക്ഷൻ വന്നതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ആളുകൾ വന്നത്. ഒരു സമരത്തിന് ആഹ്വാനം ചെയ്യുമ്പോൾ ആ സമരം പ്രൊഫഷണലായി കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം അത് ആഹ്വാനം ചെയ്യുന്ന ആളുകൾക്ക് വൈകാരികമായി അല്ലാതെ ഒരു പ്രഖ്യാപനം നടത്തുക, കുറെ ആൾക്കൂട്ടം വരിക, അവർ തോന്നുംപടി പെരുമാറുക എന്നതിന്റെ ഉത്തരവാദിത്വം ആ സമരത്തിന് ഇനീഷ്യേറ്റ് ചെയ്ത ആളുകൾക്കില്ലേ? അത് പറയണ്ടേ? അതാരായാലും മറുപടി പറയാം. കിഫ ഓർഗനൈസ് ചെയ്ത് ആഹ്വാനം ചെയ്ത സമര രീതി എന്ന് പറയുന്നത് ചീയമ്പം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വായ് മൂടിക്കെട്ടിയ ലോങ് മാർച്ചാണ് കിഫ ആഹ്വാനം ചെയ്തത്. ശവസംസ്കാരത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾ ഈ വയനാട്ടുകാരായ ഞങ്ങളുടെ നാവ് കെട്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു റിബൺ കെട്ടിയുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആണ് കിഫ ആഹ്വാനം ചെയ്തത്. അല്ലാതെ രാവിലെ 10 മണിക്ക് അവിടെ വന്നു ചേരാനോ കലാപ ആഹ്വാനത്തിനോ കിഫ
പറഞ്ഞിട്ടില്ല. അത് തദ്ദേശീയരായ ജനങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ജനവികാരം ആളി വന്നപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളതാണ് വസ്തുത. അത് കിഫയുടെ റെസ്പോൺസിബിലിറ്റി അല്ല. ശ്രീ IC ബാലകൃഷ്ണൻ MLA പറഞ്ഞത് കിഫയാണ് ശ്രീ IC ബാലകൃഷ്ണനെ എന്തോ വെച്ച് എറിഞ്ഞത്, എന്തോ അറ്റാക്ക് ചെയ്തു എന്നുള്ളതാണ്. ഞാൻ IC ബാലകൃഷ്ണനെ ഓപ്പൺ ആയിട്ട് ചലഞ്ച് ചെയ്യാണ്. IC ബാലകൃഷ്ണൻ അതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ശ്രീ IC ബാലകൃഷ്ണൻ പോയി കേസ് ആ സമരത്തിന് രീതിയോട് കിഫയ്ക്ക് യോജിപ്പില്ല. പക്ഷേ കിഫ നിയമപരമായ ചില സംഗതികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിന് ശാശ്വത പരിഹാരത്തിന് വേണ്ട മാർഗ്ഗങ്ങൾ എന്താണെന്ന കാര്യത്തിൽ ചില നിർദ്ദേശങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഓൾറെഡി താങ്കൾ അത് പറഞ്ഞു കഴിഞ്ഞു, സമയം കഴിഞ്ഞു പോയിട്ട് ഞാൻ ഇടപെടുകയാണ്. പക്ഷേ എന്തായാലും ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക, സമാധാനം ഉണ്ടാക്കുക, ജീവന് സംരക്ഷണം ഉറപ്പാക്കുക എന്ന ഉത്തരവാദിത്വം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കുണ്ട്. അവരെന്ത് ചെയ്യുന്നു എന്ന് നോക്കാം. താങ്ക് യു ശ്രീ പോൾ മാത്യൂസ്. ഒപ്പം തന്നെ ശ്രീ ഗുരുവായൂരപ്പൻ, ഷറഫീഖ് ചർച്ചയിൽ പങ്കെടുത്തതിന്